ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ കർത്താവിന് മഹത്വം പറയുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടീം കുശിയവറുകൾ ഇന്ന് പകലത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ വി തോമസ് കുട്ടി അവർകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സദസ്സിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ പകൽ അറിയിക്കുകയാണ്. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പ്രാരംഭ പകൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേലുള്ളത് കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവദാസൻ്റെ ക്ഷണം സ്വീകരിച്ച്, ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് ശുശ്രൂഷകൾക്കായി വളരെ കൃത്യതയോടെ എത്തിച്ചേർന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ വി തോമസ് കുട്ടി അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമുള്ള വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ, തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ നമുക്ക് കർത്തസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സൂക്ഷിക്കുന്ന എല്ലാ വിധങ്ങൾക്കായും കർത്താവിനൊരു നിമിഷം സ്തോത്രം ചെയ്യാമോ? ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ദൈവം നമ്മെ പരിപാലിക്കുന്നത് കൊണ്ടാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ഇന്നലെ ദൈവം എന്നെ ഒരു വലിയൊരു അനർത്ഥത്തിൽ നിന്ന് കർത്താവിനെ സൂക്ഷിച്ചു. ഇന്നലെ പ്രിയ ജോൺ ശശി പാസ്റ്ററിൻ്റെ വീട്ടിലെ മകളെ പ്രാർത്ഥിച്ചിറക്കിയതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബാലരാമപുരം ആ സിഗ്നലൊക്കെ കഴിഞ്ഞെങ്കിൽ താഴോട്ട് വരുമ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്തൊരു കാറ് പോയി. ആ കാറ് പോയി ഒരു 50 മീറ്റർ ഞാനും ആ കാറും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. പെടുന്നനവെ ഓടിക്കൊണ്ടിരുന്ന കാറ് പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കയറിപ്പോയി. ആ സൈഡ് റാമ്പിൽ ഇടിച്ച് 3-4 കരണം മറിഞ്ഞ് വന്ന് ഇങ്ങനെ തലകുത്തി വണ്ടി നിന്നു. അതിനകത്ത് 5ഓളം പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. 5 പേർക്കും വലിയ കേടുകളില്ലാതെ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. ഞാൻ അപ്പോഴോർത്ത് കർത്താവെ ഒരു 50 മീറ്റർ കൂടെ അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ ഞാനങ്ങ് സ്റ്റക്കായിപ്പോയി. കുറേ സമയത്തേക്ക് എനിക്ക് വണ്ടി എടുക്കാൻ ഒന്നും പറ്റാതെ പേടിച്ച്, കാരണം ഇത്രയും ലൈവായിട്ടൊന്നും ഞാൻ ഇത്രയും വലിയൊരു ആക്സിഡൻ്റ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പേടിച്ച് വല്ലാതെ അല്പം നന്നായിട്ട് ഭയപ്പെട്ടെങ്കിലും ദൈവം വിശ്വസ്തനാണ്. ദൈവം പരിചയം പലകയുമായി നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായും കർത്താവിന് മഹത്വം പറയുന്നു. കർത്താവിൻ്റെ എല്ലാ സൂക്ഷിപ്പുകൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ എൻ്റെ ഒരു സ്നേഹിതൻ്റെ പ്രിയപ്പെട്ടവൾ, ഒരു 42 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇന്നലെ ബാത്റൂമിൽ കുളിക്കാൻ കയറിയതാണ്. കാല് വഴുതി വീണു, തൻ്റെ തലയൊന്ന് തറയിലടിച്ചു. ഇന്ന് രാവിലെ താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മംഗലപുരത്താണ് ആറ്റിങ്ങലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ്റെ ബിജു എന്ന് പറയുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആറ്റിങ്ങൽ സഭയിൽ പോകുന്ന ഒരു സഹോദരൻ്റെ സഹധർമ്മിണിയാണ്. ഞാനിങ്ങനെ ഓർക്കാനിടയെ, കർത്താവേ, നീ സൂക്ഷിക്കാതിരുന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ ആ സൂക്ഷിപ്പുകൾക്ക് ഒരു നിമിഷം സ്തോത്രം ചെയ്യാമോ? ദൈവം പരിപാലിച്ചേ നമുക്ക് ഈ കാലഘട്ടത്തിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. ദൈവം നമ്മെ സൂക്ഷിച്ചേ മതിയാകുകയുള്ളൂ. നമുക്ക് ആത്മാർത്ഥമായി ഉള്ളുരുകി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിന്റെ ജനത്തെയും അവിടെയായി നീ പരിപാലിക്കണമേ എന്ന് അലിശത്ത് ഒരു വാക്കില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അന്യോന്യം പ്രാർത്ഥനയിൽ മറഞ്ഞിരിക്കാം. ദൈവത്തിൻ്റെ എല്ലാവൻ പരിചയമായി പലകയായി നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ നമ്മുടെ പരിപാലകനാണ്. അതുകൊണ്ട് ചഞ്ചലപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ഇന്ന് പകൽ തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ വി തോമസ് കുട്ടി അവരെ വളരെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രമിക്കാമല്ലോ. കരൂ ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയിൽ എളിവനും ഒരു ഭാഗമായി കടന്നു വന്ന് ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവമായ കർത്താവ് എനിക്കൊരു അവസരം ഒരുക്കി തന്നു. ആ നല്ല കർത്താവിനെല്ലാം മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുകയാണ്. വന്നു ചേർന്ന എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ബഹുമാന്യരായ ദൈവത്തിൻ്റെ ദാസീദാസന്മാർ, ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ TM കോശി പാസ്റ്റർ, ജോബിൻ ജോസഫ് പാസ്റ്റർ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും
വന്ദനവും ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. ഹല്ലേലൂയ! ഞെട്ടിപ്പിക്കുന്നതായ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ! എന്നാൽ ക്രൂശിലെ ആ സ്നേഹം, ആ തികഞ്ഞ സ്നേഹം, ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഇതൊന്നും ആകുലപ്പെടുവാൻ വകയില്ല. ആ തികഞ്ഞ സ്നേഹം ഭയത്തെയെല്ലാം പുറത്താക്കും എന്നുള്ള ദൈവവചനം നമുക്ക് എത്ര നമുക്ക് നൽകി ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് അല്ല. പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണല്ലോ നമ്മുടെ മേൽ പകർന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓരോ ദിവസവും നയിക്കുന്നത്, ഓരോ ദിവസവും ആലോചന തരുന്നത്. വീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ആമേ, ശക്തിയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്! ഹല്ലേലൂയ! ഇന്ന് ഈ പകൽക്കാല ഉപവാസ പ്രാർത്ഥനയോട് രണ്ടാമത്തെ ദിവസമാണല്ലോ നമ്മൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായി ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരു പകൽക്കാലമാണ്. അത് എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ്. ഒരു 3 വർഷക്കാലം ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ദൈവവചനമാണ് ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെ ഞാൻ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ നടുവിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയതുപോലെ ഞാൻ വിചാരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ദൈവദാസൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഇരുന്നു. ദൈവമേ, എന്ത് വചനമാണ് ദൈവജനത്തിന് കൊടുക്കേണ്ടത് എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് തന്ന ഒരു ദൂതുണ്ട്. ആ ദൂത് നിങ്ങൾക്ക് ഞാൻ കൈമാറും. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഹല്ലേലൂയ! അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഏകാഗ്രത വെടിയരുത്. ഭയഭക്തിയോട് ദൈവസന്നിധിയിലായിരിക്കണം. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ചുറ്റുപാടുകളിൽ ഉണ്ടാകാം. ഹല്ലേലൂയ! ഇന്ന് വാക്ക് പറഞ്ഞത് നാളെ വാക്ക് മാറ്റി പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വോട്ടെല്ലാം ചെയ്തിട്ട് വന്നു. വലിയ വാഗ്ദത്തങ്ങളാണ് നമുക്ക് രാഷ്ട്രീയ നേതാക്കന്മാർ നൽകി തന്നത്. എന്നാൽ ഈ വാഗ്ദത്തങ്ങളൊന്നും അവർ നിറവേറുവാൻ പോകുന്നില്ല. എന്നാൽ നീതിയോട് ഭരിക്കുന്ന ഒരു കർത്താവ് ഉണ്ടല്ലോ. വാഗ്ദത്തങ്ങൾ ആമേ തന്നിട്ടുണ്ടെങ്കിൽ ഊവ് എന്ന് തന്നെയാണ് നമ്മുടെ കർത്താവ്. നമുക്ക് നീതിയോട് നമുക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവാ. ഹല്ലേലൂയ! ഇവരുടെ വാക്കും ആമേ കീറിയ ചാക്ക് ഒരുപോലെ. ഹല്ലേലൂയ! നമ്മൾ ഇതൊന്നും കണ്ട് ഭാരപ്പെട്ടു പോവുകയോ ഒന്നും ചെയ്യണ്ട. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു അപ്പനാ. ഹല്ലേലൂയ! അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിൽ തികഞ്ഞ ഏകാഗ്രതയോടെ നമ്മളായിരിക്കണം. ദൈവം നമ്മോട് കൃത്യമായി സംസാരിക്കും. ദൈവിക ദൂതുകൾ നമുക്ക് ദൈവം നൽകി തരും. ഹല്ലേലൂയ! ഞാനൊരു ഉപകരണം മാത്രമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു ഉപകരണം മാത്രമാണ്. ദൈവമാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ! ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഛത്തീസ്ഗഡിന്റെ പ്രദേശത്തും അതുപോലെ UK പ്രദേശത്തും ഇപ്പോൾ കടക്കൂട്ടം ചർച്ചിലുമൊക്കെ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഞാനൊരു മുഖവുര ഒന്നും കൂടാതെ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വചനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം വായിച്ച് സഹായിക്കണം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-2-3 വാക്യം വേഗത്തിൽ വായിക്കും. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ! ആമേൻ. നമ്മുടെ കർത്താവിനെ നമ്മൾ എങ്ങനെ നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ പറയാം, ശ്രദ്ധയോടെ നോക്കണം. ഹല്ലേലൂയ! അപ്പോൾ നമുക്ക് ശ്രദ്ധയോടെ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധന ശ്രദ്ധയോടെ ആയിരിക്കണം. നമ്മുടെ ഉപവാസ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ശ്രദ്ധയോടെ, ഉപേക്ഷ വിചാരിക്കാതെ നമ്മളൊന്ന് ഉപവസിച്ച് നോക്കിയേ. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും അലക്ഷ്യമായി കുടുംബ പ്രാർത്ഥന ചെയ്യാതെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള ദൈവവചനപ്രകാരം മാതാപിതാക്കളും മക്കളും ഒരുപോലെ ഒരു മനസ്സോട് കൈകോർത്തിരുന്ന് ഒന്ന് ശ്രദ്ധയോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ കരം നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വരും.
ദൈവത്തിന്റെ കരം നിന്റെ വ്യക്തി വിഷയത്തിന്മേൽ ഇറങ്ങി വരുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ. അത് ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണ്? വിശുദ്ധ സഹോദരന്മാരെ, ഒന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണമല്ലോ. നമ്മുടെ ദൈവം വിശുദ്ധനാ. ഒരു വിശുദ്ധ വിളിയല്ലേ നമ്മുടെ മേൽ വീണത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരല്ല. ഈ ലോകത്തിന്റെ പ്രശസ്തിയിൽ ഒന്നും ഇടം കിട്ടിയില്ലല്ലോ, ഭാരപ്പെടണ്ട. നമ്മുടെ ദൈവം നമ്മെ വിളിച്ച വിളി വിശുദ്ധ വിളിയാ. നമ്മൾ വിശുദ്ധ സഹോദരന്മാരാ, വിശുദ്ധ സഹോദരിമാരാ. അടുത്തത് നമ്മുടെ പ്രത്യേകത എന്താണ്? വിശുദ്ധ സഹോദരന്മാരും വിശുദ്ധ സഹോദരിമാരുമാണ്. ഹല്ലേലൂയ, വിശുദ്ധ വിളിയാണ് നമ്മുടെ മേൽ വീണത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ വിളി ആയിരിക്കുമ്പോൾ വിശുദ്ധിയോടെ നമ്മൾ നിൽക്കണ്ടേ? വിശുദ്ധിയോട് കർത്താവിനെ ആരാധിക്കണ്ടേ? ആമേൻ. നിർമ്മലതയോട് കർത്താവിന്റെ സന്നിധി നിൽക്കണ്ടേ? ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. നമ്മൾ വിശുദ്ധ സഹോദരന്മാരും വിശുദ്ധ സഹോദരിമാരുമായി ആണ് നമ്മുടെ പ്രത്യേകതയാണ്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലൻ. നമ്മുടെ ദൈവം ആരാണ്? അപ്പോസ്തോലനാണ്. ഹല്ലേലൂയ. അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ ഐക്യപ്പെട്ടവൻ. നമ്മുടെ പിതാവാം ദൈവം തൻ്റെ ഓമന കുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്തിനാ അയച്ചെന്നറിയാമോ? ഹല്ലേലൂയ, സ്വർഗീയ സന്ദേശം ആമേൻ നമുക്ക് തന്ന് നമ്മെ മക്കളാക്കുവാൻ. ഹല്ലേലൂയ, നമ്മെ മകളാക്കുവാൻ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് തന്റെ ഓമനകുമാരനെ ഹല്ലേലൂയ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഈ താണലോകത്തിലേക്ക് ദാസരൂപമെടുത്തു. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. ഹല്ലേലൂയ, അനുസരണമുള്ളവനായി തീർന്നു. ഏറ്റവും മേലായ നാമം നൽകി പിതാവാൻ ദൈവം തന്റെ ഓമനകുമാരനെ ഉയർത്തി. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുയേശുവിനുള്ള ഭാവം നമ്മളിലും ഉണ്ടാകണ്ടേ? ഹല്ലേലൂയ. ഞാൻ വേദപുസ്തകം പിടിക്കുന്ന ആളാ, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാ, ഞാൻ ആരാധിക്കുന്ന ആളാ. പോരാ. ആമേൻ. നമ്മൾ വിശുദ്ധ സഹോദരന്മാരാകണം, വിശുദ്ധ സഹോദരിമാരാകണം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതൻ. നമ്മുടെ കർത്താവ് ആരാ? രണ്ടാമത് മഹാപുരോഹിതനല്ലേ? മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നമുക്കറിയാം മഹാപുരോഹിതന്റെ പ്രത്യേകത എന്താണ്? തൻ്റെ ജനത്തിനു വേണ്ടി ഉയരത്തിലേക്ക് സന്ദേശം കൊടുക്കുക. തൻ്റെ ജനത്തിനു വേണ്ടി ഇടിവ് നിൽക്കുക, മധ്യസ്ഥത ചെയ്യുക. നമ്മുടെ മധ്യസ്ഥൻ ഒരുവൻ മാത്രമാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ് നമ്മുടെ മധ്യസ്ഥനാണ്. ഹല്ലേലൂയ. ആ മധ്യസ്ഥൻ ഹല്ലേലൂയ, വേറൊരുത്തനുമില്ല മധ്യസ്ഥൻ, ഒരേ ഒരു മധ്യസ്ഥൻ. അപ്പോൾ കർത്താവിന് നമ്മുടെ മധ്യസ്ഥനായിട്ട് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ആ യേശുവിനെ എങ്ങനെ നോക്കണം? ചുമ്മാ നോക്കിയാ പോരാ സഹോദരി, ചുമ്മാ നോക്കിയാ പോരാ. സഹോദര, ചുമ്മാ നോക്കിയാ പോരാ. നമ്മൾ നോക്കണ്ട പോലെ നോക്കണം. വെറുതെ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ കാണാം. ഒരു വസ്തുവിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓടിച്ചൊന്ന് നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റും. എന്നാൽ ശരിയായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് വസ്തുവിൻ്റെ ശരിയായ രൂപം നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് ശ്രേഷ്ഠനാ. അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട്, മോശ തൻ്റെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. എന്നാൽ അടുത്ത വാക്യം, യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. അടുത്ത വാക്യം, ഭവനത്തെക്കാളും ഭവനം. അപ്പോൾ മോശ, ദൈവപുരുഷനായ മോശ വിശ്വസ്തനായിരുന്നു, യേശുവും വിശ്വസ്തനായിരുന്നു. എന്നാൽ അടുത്ത വാക്യത്തിൽ കാണുകയാണ്, ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് മഹത്വത്തിന് യോഗ്യനാണെന്ന് ആ വെളിപ്പാട് ധന്യനായ പൗലോസിന് ലഭിച്ചെങ്കിൽ, ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കുറഞ്ഞു പോകരുത്. നീ മഹത്വം കൊടുക്കുമ്പോൾ നീ ഇവിടുന്ന് വിടുതലോടാ മടങ്ങിപ്പോകുന്നത്. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം. മോശയേക്കാൾ ശ്രേഷ്ഠൻ എന്റെ യേശു എന്ന് ഈ 3-ാം അധ്യായത്തിൽ ധന്യനായ പൗലോസിന് ലഭിച്ച വെളിപ്പാടാകട്ടോ.
ഹല്ലേലൂയ. 1-ാം അധ്യായം പഠിക്കുമ്പോൾ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന പൗലോസിന് ലഭിച്ച വെളിപ്പാട്. പ്രവാചകന്മാർ ഭാഗമായി കണ്ടവരാ, എന്നാൽ പൂർണ്ണമായി കണ്ട ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു. 2-ാം അധ്യായം പഠിക്കുമ്പോൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു. ആമേൻ. 4-ാം അധ്യായം പഠിക്കുമ്പോൾ ആമേൻ, സ്തോത്രം സ്തോത്രം, യേശു മോശയ്ക്ക് ശേഷം 3-ാം അധ്യായം മോശയേക്കാൾ ശ്രേഷ്ഠനാ യേശു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയ്ക്ക് ശേഷം യോശുവയെ ദൈവം തെരഞ്ഞെടുത്തു. എന്തിനെ? ആ ദൈവം തൻ്റെ ജനത്തെ ഹല്ലേലൂയ ആമേൻ കനാനിലേക്ക് കൊണ്ടുപോകുവാൻ, ആമേൻ ഒരു സ്വസ്ഥത നൽകുവാൻ. അതെ, കൊണ്ടുപോയി, സത്യമാ. എന്നാൽ നിലനിൽക്കുന്ന ഒരു ആത്മീയ സ്വസ്ഥത യേശുവിന് മാത്രമേ കൊടുക്കുവാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെയെങ്കിൽ യോശുവയേക്കാൾ ശ്രേഷ്ഠനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് എത്ര ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവപുരുഷനായ മോശ, ദൈവത്തിന് സ്തോത്രം എന്ന് ഇസ്രായേലൻ കേൾക്കുമ്പോൾ അവരുടെ രക്തം തിളയ്ക്കും. കാര്യം എന്താണെന്നറിയാമോ? മിസ്രൈമെ അടിമത്തത്തിൽ കിടന്നവരെ അവരുടെ കണ്ണുനീര് കണ്ട് ദൈവം അവർക്ക് വേണ്ടി അത് ഇറങ്ങി വന്ന് ഒരു ലീഡർഷിപ്പായി മോശയെ ദൈവം തെരഞ്ഞെടുത്തു. മോശ ഈ 20 ലക്ഷത്തിൽ പരം ജനത്തെ ഹല്ലേലൂയ ചെങ്കടൽ വിഭാഗിച്ച് പല പ്രതിസന്ധികളുടെ നടുവിൽ അക്കരെ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മോശ, ദൈവപുരുഷനായ മോശയെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന്റെ രക്തം തിളയ്ക്കും കേട്ടോ. ആമേൻ. അങ്ങനെയുള്ള മോശയേക്കാൾ ആമേൻ ശ്രേഷ്ഠനെന്ന് ഹല്ലേലൂയ ആമേൻ ധന്യനായ പൗലോസ് പറയുമ്പോൾ ആ വെളിപ്പാട് നമ്മൾ തിരിച്ചറിയണം. ഓരോ അധ്യായം പഠിക്കുമ്പോഴും ഹല്ലേലൂയ ആമേൻ യോശുവയേക്കാൾ ശ്രേഷ്ഠൻ യേശു. അതുപോലെ തന്നെ മൽക്കീസേദെക്കിനേക്കാൾ ശ്രേഷ്ഠൻ യേശു. ആമേൻ. മൽക്കീസേദെക്ക് ശാലേം രാജാവെന്നാണ്. ശാലേം രാജാവെന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ആമേൻ ഹല്ലേലൂയ രാജാവ്. ഊർശാലേം എന്നാണ് ആമേൻ സമാധാനത്തിന്റെ ആമേൻ ഹീബ്രു ഭാഷ. ഊർശാലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ ആമേൻ സമാധാനത്തിന്റെ നാട്. അതിനെ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോഴാണ് എന്ത്? ആമേൻ ഹല്ലേലൂയ ജെറുസലേം എന്ന് പേരായത്. എന്നാൽ ആമേൻ ശാലേം രാജാവ് ആമേൻ ആമേൻ ജീവാംശം ഇല്ല, ആമേൻ ആരംഭവുമില്ല, അവസാനമില്ല, താൽക്കാലികമായ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇതെല്ലാം യേശുവിന് നിഴലായിട്ട് നിൽക്കുകയാണ്. മൽക്കീസേദെക്ക്. മൽക്കീസേദെക്കിനേക്കാൾ ശ്രേഷ്ഠൻ യേശു. ഹല്ലേലൂയ. അടുത്ത സമാഗമന കൂടാരത്തെക്കാൾ യേശു ശ്രേഷ്ഠൻ. അപ്പോൾ തന്നെ ന്യായപ്രമാണത്തെക്കാൾ ശ്രേഷ്ഠൻ യേശു. വിശ്വാസ വീരന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു. അങ്ങനെ ഓരോ അധ്യായങ്ങളിലും ആമേൻ നല്ല ഇടയനായ യേശു എന്ന് 13-ാം അധ്യായത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് ഉയർത്തുവാനുള്ളത്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഉയർത്തുവാനുള്ളത്, എൻ്റെ യേശുവിനെ നമുക്ക് ഉയർത്തുവാൻ കഴിയണം. യേശു സകലത്തിനും ആമേൻ മീതെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ യേശുവിനെ സ്തോത്രം ചെയ്തൊന്ന് സ്തുതിക്കണം. ഓ ഹല്ലേലൂയ. യേശുവിന്റെ ജീവിതത്തിൽ വന്നത് എത്ര ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ 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 ആമേൻ. അപ്പോൾ ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ യേശുവാണ് ആമേൻ ഹല്ലേലൂയ നമ്മുടെ കാര്യസ്ഥൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥത ചെയ്യുന്നവൻ, നമുക്ക് വേണ്ടി ക്രൂശിലെ സ്നേഹം ആ താണ ലോകത്തിലേക്ക് വന്ന് അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞവൻ. ഹല്ലേലൂയ. നമ്മളെ മക്കളാക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഈ അതുകൊണ്ട് എന്നുള്ളതായ ലിഖിതം പൗലോസിന്റെ ഒരു പ്രത്യേകത ലിഖിതം നമ്മൾ വായിക്കുമ്പോഴെല്ലാം പല അധ്യായത്തിലും അതുകൊണ്ട് എന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. റോമർ 8:1. അതുപോലെ ഹല്ലേലൂയ എബ്രായ ലേഖനത്തിന് എത്രയോ പ്രാവശ്യം അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളെ ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് ആമേ കരുണ ലഭിപ്പാനും തൽസമയത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. ഇതെല്ലാം ഇതിന്റെ പിന്നില് ഇതിന്റെ മുൻപില് ഒരു കൂട്ടം വാഗ്ദത്തം തന്നിട്ട അതുകൊണ്ട് എന്ന് പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിനു മുൻപ് ദൈവത്തിന് സ്തോത്രം ഒരു വാഗ്ദത്തം തന്നിട്ടാണ് അതുകൊണ്ട്. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ 12-ാം അധ്യായത്തിൽ ആകയാൽ എന്ന് പറയുമ്പോഴും അതും അതുകൊണ്ടെന്നാ. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടുക സ്ഥിരതയോട്. ആമേൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. അവിടെയും നോക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, ശ്രദ്ധയോട്
നോക്കുക. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഏതുകൊണ്ട് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും. അതിന് മുൻപുള്ള അധ്യായം നമ്മൾ പഠിക്കണം. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഹൃദ്യമായി ചില ദൈവവചന ചിന്തകളിലൂടെ ദൈവം എന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ 2-ാം അധ്യായം 14-15 വാക്യം ആരംഭമായിട്ട് വായിക്കാം. എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി, ജീവപര്യന്തം മരണഭീതിയാൽ ആയിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ആയിരുന്നവരെ ഒക്കെയും ദൈവം എന്ത് ചെയ്തു? വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ. നമ്മളെല്ലാം ജഡരക്തങ്ങളോട് കൂടിയവരാ. അപ്പോൾ നമ്മെ രക്ഷിക്കുവാൻ ദൈവമായിട്ടിരുന്നു കഴിഞ്ഞാൽ നടക്കുകയില്ല. ദൈവം മനുഷ്യനായിട്ട് വരണം. ഹല്ലേലൂയ. അപ്പോൾ യേശുവും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ലോകത്തിലേക്ക് വന്നു. അതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഈ താണലോകത്തിലേക്ക് യേശുപ്പച്ചൻ വന്നു. നോക്കിയേ, നമ്മെ മക്കളാക്കുവാൻ. അമ്മ ഇവിടെ പറയുകയാണ്, മരണത്തിന്റെ അധികാരിയായ പിശാച്, മരണത്തിന്റെ അധികാരി എങ്ങനെയാകുന്നത്? അമ്മേ, മരണത്തിന്റെ അധികാരിയാകുവാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ പാപത്തിന്റെ ശമ്പളം മരണം. അപ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോൾ പിശാച് അവകാശം പറയും. ഹല്ലേലൂയ. അപ്പോൾ മരണത്തിന്റെ അവന്റെ മേലൊരു അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരിയായ പിശാചിനെ നമുക്കറിയാം, ഒന്നാം ആദാം മൂലം മരണം ഈ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു. അങ്ങനെ പാപിയായിരിക്കുന്ന മനുഷ്യന്, ഹല്ലേലൂയ, അവൻ മരണത്തിന്റെ അധികാരിയായ പിശാച് അവനെ എന്ത് ചെയ്തിരിക്കുക? അവൻ ജീവപര്യന്തം മരണഭീതിയോട് ഇരിക്കുവാൻ നിർത്തിയിരിക്കുക. എത്ര പേർക്ക് അത് മനസ്സിലായി? അപ്പോൾ ജീവപര്യന്തം മരണഭീതിയായിരുന്ന നമ്മെ വിടുവിക്കുവാൻ യേശു എന്താ ചെയ്തത്? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ ഹല്ലേലൂയ നീക്കി. മരണപര്യന്തം അടിമകളായിരുന്ന നമ്മെ എന്ത് ചെയ്തു? ദൈവം വിടുവിച്ചു. ക്രൂശിലെ സ്നേഹമാണ് ആ വിടുതലിന്റെ കാരണം. ഹല്ലേലൂയ. ക്രൂശിലെ ത്യാഗമാണ് ആ വിടുതലിന്റെ കാരണം. നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ പിതാക്കന്മാരുടെ തെറ്റുകുറ്റങ്ങളെ, ചില ശാപങ്ങളെ, ഇനി ശാപമില്ല കേട്ടോ. കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം എടുത്തു മാറ്റി ക്രൂശുമേൽ സകലതും വഹിച്ചു. അതുകൊണ്ട് ഈ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഹല്ലേലൂയ. ആമേൻ. അതെ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവിടെ വായിച്ചാട്ടെ, ഒന്നുകൂടെ വായിച്ചാട്ടെ, 14-ാം വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഹല്ലേലൂയ. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റതിനാൽ, യേശുവിനെ മരണത്തിന്മേൽ അധികാരമുള്ളതിനാൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, യേശുവിനെ അപ്പോൾ മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തകർക്കുവാൻ കഴിഞ്ഞു. ആയുധവർഗം വെപ്പിച്ചു എന്ന് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനോടൊന്ന് വായിച്ചാട്ടെ, 2-ാം അധ്യായം 14 മുതൽ 15 വരെ വാക്യങ്ങൾ വായിച്ചാട്ടെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ക്രൂശിൽ, ഹല്ലേലൂയ, ജയോത്സവം കൊണ്ടാടിയ അവന്റെ അതേ അടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. അപ്പോൾ ഇനി നമ്മുടെ മേൽ, ആമേൻ, കർത്താവിന്റെ അനുവാദമില്ലാതെ അധികാരം നടത്തുവാൻ പിശാചിന് കഴിയത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ
പിതാക്കന്മാരുടെ നമ്മുടെ പാപങ്ങളെല്ലാം ശാപക്കറകളും പാപക്കടങ്ങളെയും ദൈവം എന്ത് ചെയ്തു? നമ്മുടെ മേൽ എഴുതി വെച്ച വിധികളെ എല്ലാം മായ്ച്ചു കളഞ്ഞു. ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയത് കൊണ്ട്, അതുകൊണ്ടാണ് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതി അല്ലായിരുന്നു നമ്മുടെ ജീവിതത്തില്. ആമേൻ. നമ്മളൊന്ന് നോക്കിയേ, മരണഭീതി നമ്മളെ പിന്തുടർന്നില്ലേ? ആമേൻ. നമ്മുടെ ആമേൻ ആ മരണത്തെ ഭീതിയെ ദൈവം എടുത്തു മാറ്റിയില്ലേ? ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആ ദൈവത്തിന്റെ ദാസന്മാരെ ആ വെളിപ്പാടിലും വിശുദ്ധിയിലും നിൽക്കണം നമ്മൾ. അതാണ് ഈ ഉപവാസ പ്രാർത്ഥന നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി ഇടപെടുന്നത്. ഈ വെളിപ്പാടിലും വിശുദ്ധിയിലും നിലനിന്നാൽ നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടി പരസ്യമായി കാഴ്ചയാക്കിയ അധികാരങ്ങളെയും ആയുധവർക്കും വെപ്പിച്ച വാഴ്ചകളെയും അധികാരങ്ങളെ ആയുധവർക്കും വെപ്പിച്ച ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ നമ്മളെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ വിശുദ്ധിയിലും വേർപാടിലും നമ്മൾ നിലനിൽക്കുവാൻ ഇടയായി തീരണം. കർത്താവിനെ എങ്ങനെ നോക്കണം? ശ്രദ്ധയോടെ നോക്കി ആരാധിച്ചു പോകണം, ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അശ്രദ്ധ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ പല പരാജയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, അശ്രദ്ധ പല വീഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, എന്നാൽ ആ വീഴ്ചകളെ ആ നഷ്ടങ്ങളെ മാറ്റി ലാഭമാക്കുന്ന ഒരു അപ്പൻ എനിക്ക് വേണ്ടി ഇന്നും ഇടിവ് നിൽക്കുന്നുണ്ട്. എൻ്റെ മധ്യസ്ഥൻ ഉയരത്തിലെ അപ്പനാണ്. ആ അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ പരാജയങ്ങളെ ജയമാക്കും. എൻ്റെ നഷ്ടങ്ങളെ നിരാശകളെ എൻ്റെ ദൈവം എടുത്തു മാറ്റും. ഹല്ലേലൂയ. നിരാശ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആമേൻ, പരാജയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകും. ഹല്ലേലൂയ. ശരീരം ക്ഷീണിക്കുന്ന കാര്യമല്ല, ഹൃദയം ക്ഷീണിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദാവീദ് എന്താ ചെയ്തത്? മറ്റു മനുഷ്യന്റെ മുമ്പിൽ പോയി കരയുകയാണോ ചെയ്തത്? അല്ല. മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് അല്പം ആശ്വാസമൊക്കെ വാക്കുകൾ തന്നെങ്കിലും നിലനിൽക്കുന്ന ഒരു ആശ്വാസം ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നതാ. ഉയരത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഹൃദയം എന്ത് ചെയ്യണം? ഭൂമിയുടെ അറ്റത്ത് നിന്ന് ആമേൻ ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കണം. എന്താ അതിന് മറുപടി? എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ടടുത്ത് വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനോട് പറയാം ഹല്ലേലൂയ, ആശ്വാസമൊക്കെ ലഭിക്കുമെങ്കിലും ഒരു പക്ഷേ ഇവിടുത്തെ കാര്യമല്ലേ, ചില ജീവിതങ്ങൾ മാറി നിന്ന് ഇവൻ പ്രാർത്ഥനക്കാരനാണല്ലോ, ഇതുവരെ ഇവൻ്റെ ഒരു കാര്യത്തിന് വിടുതൽ ലഭിച്ചില്ലയോ എന്ന് പറഞ്ഞ് പരിഹസിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മെ അറിയുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. ആ അപ്പനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയണം കേട്ടോ. 42-ാം സങ്കീർത്തനത്തിലും അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദാവീദ് എന്താ പറഞ്ഞത്? ദാവീദ് ഒന്ന് നിന്റെ ദൈവം എവിടെയെന്ന് അവരെന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. നോക്കിയേ, ദാവീദിന്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ടാണ് ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വയ്ക്കുന്നത്. ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ 42-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യമാണോ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതി. ഇതാണ് പ്രത്യാശ. കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിരാശയും കൊണ്ടിരിക്കേണ്ട. നമ്മൾ പറയേണ്ടടുത്ത് പറയുവാനിടയായി തീരണം. പറയേണ്ടടുത്ത് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടായിരിക്കണം. അപ്പോൾ തന്നെ ജീവിതത്തിൽ നമ്മൾ പ്രത്യാശ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെക്കുമ്പോൾ തന്നെ വിശുദ്ധിയിലും വേർപാടിലും നമ്മൾ ഹല്ലേലൂയ നിലനിൽക്കുവാനിടയായി തീരണം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മടങ്ങി വരികയാണ്. ആമേൻ. ഇവിടെ ഹല്ലേലൂയ അതിക്രമങ്ങൾ നമ്മോട് ക്ഷമിച്ചു, വിരോധമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ആ നല്ല കർത്താവ് ഇനി നമുക്ക് വേണ്ടി നമ്മുടെ മേൽ ഇനി പിശാചിന് അധികാരമില്ല. അധികാരം ഉണ്ടാകുവാൻ നമ്മൾ ഇടം കൊടുക്കരുത്. പിശാച് നമ്മളെ തോൽപ്പിക്കരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. പിശാച് തോൽപ്പിച്ചു എന്ന് പറയുവാൻ നമുക്ക് ഇടം കൊടുക്കരുത്.
ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ തീരുമാനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോൾ ശ്രദ്ധയോടെ യേശുവിനെ സ്നേഹിച്ചേ പറ്റുകയുള്ളൂ. ഇങ്ങനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഉണ്ടാകണമെങ്കിൽ ആ വെളിപ്പാടുവിൽ നിലനിൽക്കുന്ന ചിലരോട് ദൂത്, നിനക്കൊരു പ്രതിയോഗി ഉണ്ട് കേട്ടോ. ആമേൻ, കഴിഞ്ഞ നാളിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്നാൽ ആ പ്രതിയോഗി, ഹല്ലേലൂയ, ആമേൻ, പ്രതിയോഗിയെ എൻ്റെ ദൈവം ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയിട്ടുണ്ടെങ്കിൽ പ്രതിയോഗി നിനക്കെതിരായി വരുന്ന ആയുധം ഫലിക്കുകയില്ല എന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. നീ മുൻപോട്ട് പോകുകയില്ല, നീ ഗതി പിടിക്കത്തില്ല, നിന്റെ തലമുറ എഴുന്നേറ്റം പിടിക്കുകയില്ലെന്നൊക്കെ വാദിച്ചൊരു പ്രതിയോഗി ഉണ്ടായിരുന്നല്ലോ. ആ പ്രതിയോഗിയെ ആമേ തന്റെ ക്രൂശിലെ സ്നേഹത്താൽ ആമേ ഹല്ലേലൂയ ആയുധവർഗം വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഇനിയും അമാന്തിച്ചിരിക്കേണ്ട, ഇനി ഭാരപ്പെട്ടുകൊണ്ടിരിക്കേണ്ട. പ്രതിയോഗി എൻ്റെ യേശു സാക്ഷാൽ ദൈവമായി ക്രൂശിലെ മരണത്താൽ നീക്കി. ഓ, നിന്റെ മരണഭീതി ആ നിത്യ നരകത്തിന്റെ ഭീതിയാ എടുത്തു മാറ്റിയത്. എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്? എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്? നിന്റെ നിത്യ മരണ ഭീതി എൻ്റെ ദൈവം എടുത്തു മാറ്റി. ഹല്ലേലൂയ, ആമേ. അതുകൊണ്ട് നീ ശ്രദ്ധയോടെ ആരാധിക്കണം. ആമേ, ശ്രദ്ധയോടെ ആരാധിക്കണം. ആമേൻ. ഉപവാസ പ്രാർത്ഥനയിൽ തീരുമാനമെടുക്കണം. ആമേൻ, ഞാൻ ശ്രദ്ധയോടെ എൻ്റെ ഈ ശിഷ്ടായുസ് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിൽക്കും. ശ്രദ്ധയോടെ ദൈവത്തെ നോക്കി ആരാധിക്കും. ശ്രദ്ധയോടെ ഞാൻ ഓരോ പെരുമാറ്റവും ചെയ്യും. എൻ്റെ മുൻപിലുള്ള പ്രലോഭനങ്ങളെ ഞാൻ അതിജീവിക്കും. പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ എന്നെ ആത്മീയത്തിൽ നിന്ന് കുറച്ച് കളയുന്നതായ എല്ലാ പ്രലോഭനങ്ങളെ ഞാൻ അതിജീവിക്കുമെന്ന് തീരുമാനമെടുത്ത് നീ ശ്രദ്ധയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ അവസ്ഥകൾ ദൈവം മാറ്റാൻ പോകുകയാ. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റാൻ പോകുകയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നീ ഭാരപ്പെടുന്ന കീറാമുട്ടി പോലുള്ള ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കും. ആമേൻ. നന്ദിയോട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഓ, നിന്റെ മരണഭീതി മാറ്റിയെങ്കിൽ ആമേൻ നീ ശ്രദ്ധയോടെ ആരാധിക്കണം. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്, എന്താണെന്നറിയാമോ? രോഗം വരുമ്പോഴേ ആമേൻ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? വായിക്കുന്ന ഒരു വചനമുണ്ടല്ലോ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതിനു മുൻപൊരു വാക്യമുണ്ട്, അത് എന്താണെന്നറിയോ? ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധി ഒന്നും നിനക്ക് വരുത്തുകയില്ല. പക്ഷെ അതിനു മുൻപുള്ളൊരു വാക്യം നമ്മൾ വായിക്കുന്നില്ല. ആ 15-ാം വാക്യം ഇതാണ് ഇതിന്റെ കീവേഡ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ കേട്ട്, ശ്രദ്ധയോടെ കേൾക്കണം. അടുത്തത്, അവന് പ്രസാദമുള്ളത് നീ ചെയ്തു നോക്കിയേ. ഓരോ ദിവസവും പുലരുമ്പോൾ, ആമേൻ, എഴുന്നേൽക്കുമ്പോൾ, ആമേൻ, കർത്താവേ, ഞാൻ അങ്ങയുടെ വാക്ക് ശ്രദ്ധയോട് കേട്ട് നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. നമ്മളത് അത് 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 നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ കർത്താവിനോട് ഓരോ ദിവസവും സംസാരിക്കണം, ഓരോ മണിക്കൂറിലും സംസാരിക്കണം, എങ്ങോട്ട് പോകുമ്പോഴും സംസാരിക്കണം. ശ്രദ്ധയോടെ ആ വാക്ക് നമ്മൾക്ക് കേൾക്കുവാൻ കഴിയും. ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധയോട് നമ്മൾ കർത്താവിൻ്റെ വാക്ക് കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുവാൻ, ആ കൽപ്പന അനുസരിക്കുവാൻ, അവൻ്റെ സകല വിധികളും പ്രമാണിക്കുവാൻ നമുക്ക് തയ്യാറായി കഴിഞ്ഞാലാണ് അടുത്ത വാക്യം പറയുന്നത്. എന്താണ്? ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല. ഹല്ലേലൂയ, ആമേൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ആമേൻ, ആമേൻ. ഈ വാക്യം പറയുമ്പോൾ തന്നെ ചില രോഗശക്തികൾ അഴിഞ്ഞു പോകുകയാ. നിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ ചില രോഗങ്ങൾ അഴിഞ്ഞു പോകുകയാ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. യിരെമ്യാവിനോട് കർത്താവ് പറഞ്ഞത് എന്താ? ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. ഒന്നുമില്ലായ്മ ഉള്ളതിനെ പോലെ തിരുത്തി വരുത്തുവാൻ കഴിയുന്ന ഒരു അപ്പനാണ്. ഇന്ന് ലോക സംഭവങ്ങളെന്ന് നോക്കിയേ, എത്രയോ സംഭവങ്ങൾ ബൈബിളിൽ ദൈവവചനത്തിൽ പറയുന്ന പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവനുള്ള ദൈവം പറയുകയാ, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ദൈവത്തിന് നമ്മെ വിടിവിപ്പാൻ കഴിയും. പക്ഷേ അതിൻ്റെ ആമേൻ കൽപ്പനകളെ അവനെ ശ്രദ്ധയോടെ നോക്കി, അവിടുത്തെ കൽപ്പനകളെ, അവിടുത്തെ ഹല്ലേലൂയ പ്രസാദമുള്ളത് ചെയ്ത് ആമേൻ അവിടുത്തെ സകല വിധികളും പ്രമാണിക്കാൻ നമ്മൾ തയ്യാറാകണം കേട്ടോ.
ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവ് നമ്മോട് ഹൃദ്യമായി ഇടപെടുന്നത്. ആവർത്തന പുസ്തകം ആമേൻ സ്തോത്രം 33-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ഉണ്ടല്ലോ, എന്താ വായിക്കുന്നത്? യേശൂരിന്റെ ദൈവത്തെ പോലെ. ആശേറിനോടുള്ള വാഗ്ദത്തമാണ്. അവിടെ പറയാം, യേശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. അടുത്തത്, പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ നിന്റെ ശത്രുവിനെ നിന്റെ മുമ്പിൽ നീക്കി കളഞ്ഞു, സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആമേൻ സ്തോത്രം. അപ്പോൾ മരണഭീതി എടുത്തു മാറ്റി. ആമേൻ. അതാണ് അവിടുത്തെ പ്രധാന വിഷയം. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് ലാസറിന്റെ ഭവനത്തില് മാർത്തയോട് എന്താ പറഞ്ഞത്? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യമാ. അടുത്ത വാക്യം പറയുന്നുണ്ട്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവൻ അവന് തരുമെന്ന കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. മരണം കൊണ്ട് തീരുന്നതല്ല. ആമേൻ. എന്നാൽ നിത്യ നരകത്തിൽ നിന്നുള്ള വിടുതലാ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ആമേൻ. ഈ സിസ്റ്റായിസ് ഹല്ലേലൂയ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ. നമ്മളൊരു എന്താ പറയുന്നത്? ആമേൻ. ഒരു ട്രെയിനിങ് പീരീഡാണ്. ഞാൻ അത് വിശ്വസിക്കുകയാണ്. ഇവിടെ ജയിച്ചാലേ അക്കരെ നമ്മൾ കടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ ശ്രമിപ്പി. വിശാലമായ വഴി അത് നാശത്തിലേക്കുള്ള വഴിയാണ്. 2 വഴിയേ ഉള്ളൂ. ഇരമ്യാവിന്റെ പുസ്തകത്തിലുണ്ട്, ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും. അപ്പോൾ വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമേൻ നമ്മൾ അങ്ങ് പോയാൽ മതി. അതിലാ ഒരുപാട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയേ, നമ്മൾ എത്ര പേരാ? നമ്മൾ കുറച്ച് പേരെ ഉള്ളെങ്കിലും അത് ഞെരുക്കത്തിൻ്റെ വഴിയിലൂടെ പോയേ പറ്റും. അതിൻ്റെ അകത്ത് നിന്നയുണ്ട്, പരിഹാസമുണ്ട്, ഒറ്റപ്പെടലുണ്ട്. ഹല്ലേലൂയ. പാറക്കെട്ടുപോലുള്ള വഴികളായിരിക്കാം. മറ്റ് വിശാലമായ വഴിയിലൂടെ പോകുന്നവരെ പോലെ നമുക്ക് പോകാൻ കഴിയത്തില്ല. പഴയ സ്വഭാവങ്ങളെല്ലാം ഈ ഞെരുങ്ങിയ വഴിയിലൂടെ അകത്തോട്ട് കടക്കുമ്പോഴുണ്ടല്ലോ, ഉരിഞ്ഞങ്ങ് പോകുകയാണ്. ഇത് പോയില്ലെങ്കിൽ പഴയ സ്വഭാവം കൊണ്ട് പിന്നെയും ഇതിനകത്തൂടെ യാത്ര ചെയ്യാൻ കഴിയത്തില്ല. പഴയതായ ആ ദേഷ്യം വരുന്ന സ്വഭാവമുണ്ടല്ലോ, 1 പറഞ്ഞാൽ 2 പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇടുക്ക് വഴിയിലൂടെ അല്ല യാത്ര ചെയ്യുന്നത്. ആമേൻ. വിശാലമായ വഴിയിൽ കൂടിയാ ഇതെല്ലാം ഉരിഞ്ഞിട്ടാണ് അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആമേൻ, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം, എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുന്നവരെല്ലാം. തൻ്റെ ക്രൂശ്, അവരവരുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കണം. ആമേൻ. അതിനകത്ത് നിന്ന പരിഹാസം, ഒറ്റപ്പെടല്, പലവിധമായ പ്രയാസങ്ങളൊക്കെ കടന്നു വരും, രോഗങ്ങൾ കടന്നു വരും. ഇതൊന്നും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള സ്നേഹം അതേ കുറഞ്ഞു പോകുവാൻ കഴിയത്തില്ലെന്ന് നമ്മൾ ഉറച്ചിരിക്കുന്നത് കൊണ്ടാ ഇതെല്ലാം ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇടുക്ക് വഴിയിലൂടെ കടന്നു പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇടുക്ക് വഴിയിലൂടെ അകത്ത് കടപ്പീൻ എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ദാസിദാസന്മാരെ, ഹല്ലേലൂയ, നമുക്കൊരു നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. നമ്മുടെ കർത്താവ് നമ്മളെ അക്കരെ നാട്ടിൽ, നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല, ഇതൊരു ഇടത്താവളമാണ്. നമ്മുടെ ഭവനം സ്വർഗീയ ഭവനമാണ്. ഗബ്രായ ലേഖനത്തിൽ അതുകൊണ്ടല്ലേ പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ ഭയത്തോടെ സേവ ചെയ്യണം, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നും ആ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ സ്വർഗീയ ഭവനക്കാരാണ്, ശാശ്വത ഭവനക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയമൊന്നും കലങ്ങിപ്പോകണ്ട. ദൈവത്തിൽ വിശ്വസിച്ച് ആമേൻ, ഹല്ലേലൂയ, ആ പട്ടണത്തിന്, ആ ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുക. അതാണ് ആമേൻ നമ്മുടെ കർത്താവ് നമ്മിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല, കുഞ്ഞുങ്ങളെ നോക്കണ്ടെന്ന് പറഞ്ഞില്ല, അതെല്ലാം നമ്മൾ ഉത്തരവാദിത്വത്തോട് ചെയ്യണം. എന്നാൽ നമ്മുടെ നിലവിളക്ക് ശത്രു കെടുത്തിക്കളയുവാൻ അനുവദിക്കരുത്, ആത്മാവിനെ കെടുത്തരുതെന്ന് വചനത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. യേശു മാർത്തയോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. അവൻ ഒരു നാളും അത് ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ആത്മിക ജീവനെ തരുന്നവനായ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 26-ാം വാക്യം. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം എന്ത് ചെയ്യും? നീങ്ങിപ്പോകും. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ പ്രതിയോഗി നമുക്കെതിരെ വാദഗതി ഉന്നയിച്ചതാ, അല്ലേ?
ആമേൻ, നിന്നെ വിശ്വാസത്തിൽ നിർത്തുകയില്ല, നീ ആത്മീകമായി വളരുകയില്ല. ആമേൻ, ഹല്ലേലൂയ. നീ സമാധാനമായിട്ട് നിന്റെ ഭവനത്തിൽ നിൽക്കുകയില്ല. ഒരശിടിപ്പിന്റെ ആത്മാവ് നമ്മളെ ചുറ്റിപ്പറ്റി നിന്നില്ലേ? എന്നാൽ ക്രൂശിലെ മരണത്താൽ, നമ്മൾ ഒരൊറ്റ വിശ്വാസത്താൽ നമ്മെ നീതീകരിച്ച കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായ കർത്താവ് നമ്മെ നീതീകരിച്ചില്ലേ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയില്ലേ? അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? യേശുവിനെ ശ്രദ്ധയോടെ നോക്കണം. ഹല്ലേലൂയ. ശ്രദ്ധയോടെ നോക്കിയേ പറ്റൂ, വെറുതെ നോക്കിയാൽ പോരാ. ഇബ്രായ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം, അതിന്റെ അടുത്ത വാക്യം 17-ാം വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനാണ്. ഹല്ലേലൂയ. ആമേൻ. രക്താംബരം പോലെ കടും ചുവപ്പായിരുന്ന ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു അപ്പനാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ. യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ കരുണയുള്ളവനാ. അതുകൊണ്ട് നാം ശ്രദ്ധയോടെ നോക്കിയേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി ഇന്ന് നോക്കിയേ വിവിധ വഴികൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ? ഏതെങ്കിലും നിലയിൽ പാപമോക്ഷം ലഭിക്കുവാൻ എന്തെല്ലാം തീർത്ഥയാത്ര മുതൽ പദയാത്ര, നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു ഒരു കാലഘട്ടത്തില്. ഹല്ലേലൂയ. മറ്റേ പെരുന്നാളുകളെ, വാവുകളെ എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. എന്നാൽ ജനത്തിന് പാപക്ഷമത മാത്രം ലഭിച്ചില്ല. എന്നാൽ നിലനിൽക്കുന്ന ആത്മീയ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു രക്ഷ ലഭിച്ചത് നമ്മുടെ കർത്താവിൽ നിന്ന് മാത്രമാണ്. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരം ഉണ്ടാകാതിരുന്ന സ്ഥാനത്ത് ഒടുവിൽ കർത്താവ് തന്റെ ദേഹം കൊണ്ട് യാഗം നടത്തിയില്ലേ? ഒന്ന് അറിഞ്ഞൊന്ന് സ്തോത്രം ചെയ്ത് ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ആ നല്ല കർത്താവിനെ നമ്മൾ എത്ര സ്തുതിക്കണം. പാപങ്ങളെ നോക്കേണ്ടതിന് ആമേൻ, 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 ആമേൻ. നോക്കിയാൽ നമ്മൾ എത്ര ഒരിക്കലും ഈ ഒരു വിശ്വാസത്തിലേക്ക് വരുവാൻ നമ്മൾ യോഗ്യതയുള്ളവരല്ലായിരുന്നു. എന്നാൽ നമ്മെ തിരഞ്ഞെടുത്ത വിശുദ്ധ വിളി എത്ര വലുതാ. യോഹന്നാന്റെ ലേഖനത്തിലുണ്ടല്ലോ, 1 യോഹന്നാന്റെ ലേഖനം 3:5 വായിച്ചേ. പാപം അധർമ്മം തന്നെ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. പാപങ്ങളെ നീക്കുവാൻ യേശു പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ഹല്ലേലൂയ. അവനിൽ വസിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല. നമ്മൾ വിചാരിക്കും ഞങ്ങൾ വലിയ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. പാപത്തിന്റെ ഒരു പട്ടിക ഇവിടെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം അറിയാം. ആമേൻ. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പോൾ പാപം അധർമ്മമാണെന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായ യേശു ഒരിക്കലായി നമുക്ക് വേണ്ടി ഹല്ലേലൂയ ദേഹമെന്ന തിരശീല രണ്ടായി ചീന്തി, ഹല്ലേലൂയ, അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. യേശു തന്നെ ഹല്ലേലൂയ പാപങ്ങൾക്ക് പരിഹാരമായി. അപ്പോൾ പാപങ്ങളെ നീക്കേണ്ടതിന് യേശു പ്രത്യക്ഷമായി. പാപങ്ങളെ ഒരു പാപം മാത്രമല്ല, ഏത് പാപം, ബഹുവചനമാണ്, എല്ലാ പാപങ്ങൾക്ക്, ഏത് പാപത്തിനും പരിഹാരം എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതോടുകൂടി അത് തീരുകയാണ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ ശാപം ഇന്നില്ല കേട്ടോ. നമ്മുടെ ഹല്ലേലൂയ അങ്ങനെയുള്ള ഒന്നുമില്ല. അതെല്ലാം കാൽവറിയിൽ എൻ്റെ ദൈവം എടുത്തു മാറ്റി. അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചേ. 18-ാം വാക്യം. കുഞ്ഞുങ്ങളെ, വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിൽ. നമ്മള് 2-ാം അധ്യായം 18-ാമത്തെ വാക്യം, ഇബ്രായ ലേഖനം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. നോക്കിയേ, യേശു പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിൽ ചില പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ഭാരപ്പെട്ടു പോകരുത്. പരീക്ഷ ഹല്ലേലൂയ അതിന് നീക്കുപോക്ക് തരുന്ന ഒരു അപ്പനാണ് നമ്മുടെ സ്വർഗീയ അപ്പൻ. പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. യേശു നമ്മേക്കാൾ അധികം വ്യഥ, കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ. ആ കഷ്ടത അനുഭവിക്കുന്ന നിന്റെ കണ്ണുനീർ യേശു കാണുന്നുണ്ട്. ആരുടെക്കോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ ഭാഷ അറിയാവുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു വ്യക്തി നമ്മുടെ യേശുവിന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിന്റെ ഒരു ലാബിലും അത് ടെസ്റ്റ് ചെയ്താൽ അത് തിരിച്ചറിയത്തില്ല. നിന്റെ ഏങ്ങലടിയുണ്ടല്ലോ, ഹൃദയത്തിന്റെ നൊമ്പരമുണ്ടല്ലോ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അതേ സഹോദര സഹോദരി, അതേ സഹായി
സഹായിപ്പാൻ യേശു മതിയായവനാണ്. കാരണം യേശു ആമേൻ ഹല്ലേലൂയ കടന്നുപോയത് ആ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചുകൊണ്ടാണ്. പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവിടെ വായിക്കുന്നു കഴിവുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണ് 42-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിന്റെ മുഖപ്രകാശക രക്ഷയും നിന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പാളയം സഭ എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ മാതാപിതാക്കളാണ്, എൻ്റെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളാണ്. പാളയം സഭ എന്ത് ചെയ്യണം? ആമേൻ, ശ്രദ്ധയോടെ നമ്മൾ ദൈവത്തെ നോക്കി ആരാധിക്കണം. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് ശ്രദ്ധയോട് കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരണം, ശ്രദ്ധയോട് ഉപവാസ പ്രാർത്ഥന ചെയ്യണം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ അശ്രദ്ധയോടുള്ള ആരാധന, കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് കർത്താവേ എന്നെ ഒന്ന് ക്രമീകരിക്കണം, ക്രമാനുഗതമായ ഒരു പണി എന്നിലൊന്ന് നടക്കണമപ്പാ. ആമേ, ഞാൻ ഉൾപ്പെടെയാണ് ഇത് പറയുന്നത്. നമ്മൾ രക്ഷപ്പെടണം പ്രിയപ്പെട്ടവരെ. ഉപവാസ പ്രാർത്ഥന യഥാർത്ഥ ഉപവാസ പ്രാർത്ഥനയായിരിക്കണം. ചില പരാജയങ്ങൾക്ക് അത് ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ ആ പരാജയങ്ങളെ ജയമാക്കി തരുവാൻ, നഷ്ടങ്ങളെ ജയമാക്കി തരുവാൻ കഴിയുന്ന ഒരു യേശുപ്പൻ നമ്മുടെ കർത്താവ്. ആമേൻ. ആവർത്തന പുസ്തകം 28:1 എന്താ വായിക്കുന്നത്? 28:1 എടുത്തേ. ആവർത്തനം 28:1. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നവന്റെ സകല കൽപ്പനകളും, നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും നീ പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടൊന്ന് കേട്ടു നോക്കിയേ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിക്കുവാൻ നീ ഒന്ന് അങ്ങനെ മനസ്സ് വെച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇയ്യോബ് 8:5. നിന്റെ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ. ഇവിടെ പറയുന്നു, നീ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുമ്പോൾ, നീ സർവശക്തനോട് അപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ അടുത്ത കാര്യമാണ് നീ നിർമ്മലനായിരിക്കണം, നീ നേരുള്ളവനാകണം. എങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. അപ്പോൾ നേരില്ലാതെ നമുക്ക് ആരാധിക്കാൻ പറ്റും. ആമേൻ. നിർമ്മലതയില്ലാതെ ആമേൻ നമുക്ക് ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയും. ദൈവവചനവുമായി ആമേ കയ്യിലേന്തി പോകാൻ കഴിയും. ഇതൊന്നുമല്ല ദൈവം നോക്കി, ഇതൊക്കെ നല്ലത് തന്നെ, ഇത് നമ്മുടെ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ ഇങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. ഏകാഗ്രത നഷ്ടപ്പെടാതെ. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ദൈവസഭയോടുള്ള ബന്ധത്തില് ഏകാഗ്രത നഷ്ടമായി ആമേൻ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ അത് ഭയപ്പെടേണ്ട കാര്യം തന്നെയാണ്. ക്രിസ്തുവിലുള്ള ഏകാഗ്രത നഷ്ടമാക്കരുത്, നിർമ്മലത നഷ്ടമാക്കരുത്, ആമേൻ, അത് നേര് നഷ്ടമാക്കരുത്. എങ്കിൽ നമുക്ക് വേണ്ടി ഉണർന്നു വരുന്ന ഒരു ദൈവമാണ്. ഉണരുന്നു. ആമേൻ, ആമേൻ. തന്റെ ശിഷ്യന്മാരെ അതേ പടകിലൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിന് ഉണർത്തേണ്ടി വന്നില്ലേ? നമ്മുടെ ദൈവം ഉണർത്തേണ്ടി വരത്തില്ല. ആമേൻ. നമുക്ക് വേണ്ടി ഉണർന്നു വരുന്ന ഒരു കർത്താവാണ്. മൂന്നാമത് വീണ്ടും യേശുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഒത്തിരി പറയുവാനുണ്ട്. സമയത്തിന്റെ പരിമിതിയിൽ ആ ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ ആമേൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ അതേ മനുഷ്യത്വം നാം ശ്രദ്ധയോട് നോക്കി പഠിക്കേണ്ട കാര്യമാണ്. യേശുവിന്റെ പ്രകൃതം നമ്മിൽ വേണം. മറ്റുള്ളവരോട് യേശുവിന്റെ സ്നേഹം എങ്ങനെയായിരുന്നു? യേശു മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? സഹോദരിമാരോട് എങ്ങനെയാണ് പെരുമാറിയത്? സഹോദരന്മാരോട് എങ്ങനെയാണ് സംസാരിച്ചത്? ആമേൻ. അത് ഫിഷിങ്, അതായത് മീൻപിടുത്തക്കാരോട് എങ്ങനെയാണ് കർത്താവ് സംസാരിച്ചത്? ഹല്ലേലൂയ. തൊഴിലാളികളോട് എങ്ങനെയാണ് സംസാരിച്ചത്? ഇതെല്ലാം കർത്താവിനോട് ശ്രദ്ധയോടെ നോക്കി കണ്ടാൽ പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ശ്രദ്ധയോടെ നോക്കാതെ ഇതൊന്നും നമുക്ക് പഠിക്കാൻ കഴിയത്തില്ല. എന്തെങ്കിലും കേട്ടിട്ട് എന്തെങ്കിലും പറയുന്നതും ആമേൻ അതും ശ്രദ്ധയോടെ നോക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, കേൾപ്പാൻ വ്യഗ്രതയും പറയുവാൻ താമസവും ഉണ്ടാകണം. ഹല്ലേലൂയ. എവിടെങ്കിലും നാം പാതി അങ്ങനെ ഒരു
കേട്ട പാതി കേൾക്കാത്ത പാതി, കുറച്ച് കേട്ടു കുറച്ച് കേട്ടില്ല, എന്നിട്ട് നമ്മളങ്ങ് സംസാരിക്കാൻ തുടങ്ങും. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. കർത്താവ് നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത് ദൈവത്തെ ശ്രദ്ധയോടെ നോക്കി നമ്മൾ അന്വേഷിക്കണം കേട്ടോ. ശ്രദ്ധയോടെ നോക്കി പഠിക്കണം. എൻ്റെ യേശു എങ്ങനെയാണ് പെരുമാറിയത്, എൻ്റെ യേശു ഹല്ലേലൂയ സഹോദര സ്നേഹം എങ്ങനെയായിരുന്നു, യേശു പിന്മാറ്റക്കാരനോട് എങ്ങനെയായിരുന്നു. ആ പിന്മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുവനോട് യേശു എങ്ങനെയാണ് സംസാരിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്നൊക്കെ ആ നിലയിലാണോ സംസാരിച്ചത്? ഒരിക്കലുമല്ല. യേശുവിൻ്റെ അതൊക്കെയാണ് നമ്മൾ ശുശ്രൂഷയിൽ പഠിക്കേണ്ടത്. ഞാൻ പറയട്ടെ, കർത്താവ് തൻ്റെ ശിഷ്യഗണം പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയപ്പോൾ വീണ്ടും വലയെടുത്തു. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസും കൂട്ടരും എന്താ ചെയ്തത്? വലയും എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചവരാ. എന്നാൽ ആമേൻ, കാലാന്തരത്തിൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പിന്നെയും വലയുമായി അത് ഗലീല കടലിലേക്ക് പോയപ്പോഴേ കർത്താവ് എടാ ധിക്കാരി എന്ന് പറഞ്ഞൊന്നും അല്ല പോയത്, കുഞ്ഞുങ്ങളെ നല്ലൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടാ. നോർത്ത് നോക്കിയാ ആ സ്നേഹം കണ്ടോ? ആത്മാക്കളെ നേടുന്നതിന്റെ സ്നേഹം കണ്ടോ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്നല്ലേ ചോദിച്ചത്. അവർക്ക് കൊടുത്തിട്ടാണ് കാര്യം അവരോട് സംസാരിക്കുന്നത്. ആമേൻ. ഇവയിലധികമായി എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ അങ്ങേ ഹല്ലേലൂയ സ്നേഹിക്കുന്നു എന്നുള്ള പദമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ ഹല്ലേലൂയ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പത്രോസ് പറഞ്ഞത്? മറന്നുപോയോ? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു. പ്രിയമുണ്ടെന്നാ പറഞ്ഞത് കേട്ടോ. ഹല്ലേലൂയ. സഹോദര സ്നേഹത്തിൽ അതങ്ങ് പറയേണ്ടി വന്നു. കാര്യം 3 പ്രാവശ്യം തള്ളി പറഞ്ഞവനാ. അവനോടും കർത്താവ് ചോദിക്കുക ഇവരിലധികമായി, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുക ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവെ ഞാൻ സ്നേഹിക്കുന്നു എന്നല്ല പറഞ്ഞത്, പ്രിയമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു. 3 പ്രാവശ്യം പറഞ്ഞപ്പോഴും ആമേ പ്രിയമുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ എൻ്റെ കുഞ്ഞാടികളെ പാലിക്ക, എൻ്റെ കുഞ്ഞാടികളെ മേയിക്ക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കണേ, ഏത് നിലയിലാണ് ആട്ടിൻകൂട്ടത്തെ മേയിക്കേണ്ടത് എന്ന് കർത്താവ് നന്നായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവരെ പാലിക്കേണ്ടത് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിന്മാറ്റക്കാരനോട് എങ്ങനെയാണ് സുവിശേഷം പറയുന്നത് എന്ന് കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന് ഓർത്ത് നോക്കിയേ, കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച് അന്ന് പഠിക്കണം നമ്മൾ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് കർത്താവ് സംസാരിക്കുന്നത്? പിന്മാറ്റക്കാരനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പഠിക്കാൻ കഴിയുമെങ്കിൽ ആത്മാക്കള് ഹല്ലേലൂയ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുവാൻ ഒരിക്കലും ഇടയാകത്തില്ല. ഒരാത്മാവിൻ്റെ വിലയെന്ന് പറയുന്നത് ആമേ സർവ്വ ലോകത്തെക്കാളും വലുതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് അവരെ പിന്നെയും തേടി വന്നത്. ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. അഗാപ്പ് എന്നുള്ള സ്നേഹമാണ് അവിടെ ഉപയോഗിച്ചത്. കർത്താവേ എന്ന് പറഞ്ഞ് പിന്നൊരിക്കലും ആമേ പത്രോസും ശിഷ്യന്മാരും പിന്മാറിപ്പോയില്ല. മരണത്തിന് പോലും പിന്മാറിപ്പോവാൻ അവരെ ഇടം കൊടുത്തില്ല. തന്റെ അരിമനാഥനെ ക്രൂശിക്കേണ്ട ചരിത്രം പറയുന്നത് ആമേ ക്രൂശിക്കുന്നത് പോലെ ക്രൂശിക്കാൻ തുടങ്ങിയപ്പോൾ അരിമനാഥന്റെ പാദം ചുംബിച്ച് ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ് തലകീഴായി ക്രൂശിക്കണമെന്ന് ആമേ അത് അധികാരികളോട് പറയുവാൻ പത്രോസിനെ ഇടയാക്കിയതിന്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് യേശുവിന്റെ സ്നേഹം. ആ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ക്രൂശിലെ സ്നേഹത്തെ വലിപ്പം കണ്ടപ്പോൾ താൻ പിന്മാറി പോകുവാൻ ഇടയായില്ല. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, കർത്താവിനെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു വ്യക്തിത്വവും എന്ത് ചെയ്യത്തില്ല? പിന്മാറ്റത്തിലേക്ക് പോകുവാൻ കഴിയുകയില്ല. ക്രിസ്തുവേശുവിന്റെ പാപം നമ്മളിൽ ഉണ്ടാകണം കേട്ടോ. ക്രിസ്തുവേശുവിന്റെ പാപം നിങ്ങളിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാ, അല്ലാതെ അതിനൊരു ഏറ്റക്കുറച്ചിലില്ല. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഏതൊക്കെ നിലയിലാണ് സംസാരിച്ചത്, അത് ഏതൊക്കെ നിലയാണ് മനുഷ്യത്വം നാം ചെയ്തത്, യേശുവിന്റെ ലാവണ്യ വാക്കുകൾ തൊഴിലാളികളോട് എങ്ങനെ, ഇതെല്ലാം പഠിക്കാൻ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ നോക്കണം. നോക്കിയ ദാസരൂപം എടുത്തു. ഹല്ലേലൂയ. നമ്മുടെ സഭയുടെ കാര്യമല്ലേ. ഇന്ന് ആത്മലോകത്ത് ദാസരൂപം എടുക്കുന്ന നേതാക്കന്മാരുണ്ടോ? യേശു അപ്പച്ചൻ തൻ്റെ തോർത്തുമുണ്ട് അരയിലോട്ട് അങ്ങോട്ട് കെട്ടി ആമേ ശിഷ്യന്മാരുടെ കാല് കഴിയുന്ന ആ ദാസരൂപം ഒന്ന് ഓർത്തു നോക്കി. സാക്ഷാൽ ദൈവമായവൻ ഹല്ലേലൂയ ദൈവത്തോടുള്ള സമുദ്ധം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ആമേൻ ശിഷ്യഗണത്തിന്റെ കാല് കഴിയെങ്കിൽ ഞാൻ നിങ്ങൾ ആരാ പ്രിയപ്പെട്ടവരെ? നമുക്കൊന്നും പുകഴുവാനില്ല കേട്ടോ. നമുക്ക് പുകഴുവാൻ എൻ്റെ യേശു അപ്പച്ചനെ നോക്കിയാലേ പറ്റത്തുള്ളൂ. നമുക്കൊന്നും പുകഴുവാൻ ആ കർത്താവിനെ ശ്രദ്ധയോടെ നോക്കി ഈ ദിവസങ്ങളിൽ ഒരു ജയസന്തോഷ ജീവിതം നയിക്കുവാൻ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
ഹല്ലേലൂയ. ആമേൻ. നാലാമത് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവാൻ യേശുവിന്റെ ദൈവത്വത്തെ നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനം 9-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല, ദൈവത്തിന്റെ മക്കൾ. വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ എത്രേ സന്തതി എന്ന് എണ്ണുന്നു. ഈ സമയത്തേക്ക് ഞാൻ വരും. നോക്കിയേ അടുത്ത വാക്യം. അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന അല്ലല്ല 9:5 പറഞ്ഞത്. 9:5 റോമാലേഖനം 9:5. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് ആരാണ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ആമേൻ. നമ്മുടെ ദൈവം അത് അവിടെ വായിക്കുന്നു. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ഓ ഹല്ലേലൂയ. സർവ്വത്തിനും മീതെ, 1-2 കാര്യങ്ങൾക്ക് മാത്രമല്ല, സർവ്വത്തിനും മീതെ എന്ന് പറഞ്ഞാൽ നിന്റെ സർവ്വ പ്രശ്നങ്ങൾക്കും മീതെ. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ വിഷയം എന്തുമാകട്ടെ, നിന്റെ വ്യക്തിപരമായ വിഷയം എന്തുമാകട്ടെ, രോഗവിഷയമാകട്ടെ, അതിന് മീതെ അവൻ ദൈവമാണെന്ന്. ഹല്ലേലൂയ. ആമേൻ. സർവ്വത്തിനും മീതെ ആമേൻ ദൈവമാ. അത് നാം തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ നീ ഇന്ന് അനുഭവിക്കുന്ന ആരുടെക്കോ ആത്മാവ് ഇടപെടുക. ഏത് രോഗവും അതിൻ്റെ മീതെ, നിന്റെ കുഞ്ഞിൻ്റെ, നിന്റെ ഓഫീസിലെ വിഷയമാകട്ടെ, അതിൻ്റെ മീതെ അവൻ സർവ്വത്തിനും മീതെ ദൈവമാണെന്ന് എത്ര സ്പഷ്ടമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി എഴുതിയിരിക്കുന്നു. എൻ്റെ യേശു ദൈവമാണ്. ആമേൻ. എൻ്റെ യേശുവിനെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവും ഒന്നാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞവൻ സർവ്വത്തിനും മീതെ ദൈവമാണെങ്കിൽ നിന്റെ ജോലിയുടെ ബുദ്ധിമുട്ടിൽ നീ ഭാരപ്പെടേണ്ട. മീതെ ദൈവം സർവശക്തനാ. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാ. പോരാ, എല്ലാ ഭീഷണികൾക്കും മീതെ. ചില ഭീഷണികളൊക്കെ വരും. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ചില ഭീഷണികൾക്ക് മീതെ അവൻ, നീ ഒന്നും ചെയ്യാൻ പോകണ്ട, അവൻ കർത്താവ് പരിഹരിച്ചോളും, ദൈവം ഇടപെട്ടോളും. സർവ്വത്തിനും മീതെ ദൈവമോ, നീ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊണ്ടാൽ മതി. ആമേൻ. എല്ലാ പോരാട്ടങ്ങൾക്കും മീതെ, എല്ലാവിധമായ പ്രതികൂലങ്ങൾക്കും മീതെ, എല്ലാവിധമായ സമ്മർദ്ദങ്ങൾക്കും മീതെ എന്റെ ദൈവം സർവ്വത്തിനും മീതെ ദൈവമാ. കരങ്ങളെ തട്ടി കർത്താവിനൊന്ന് സ്തുതിച്ചാരാധിച്ചാട്ടെ. കരങ്ങളെ തട്ടി സ്തുതിച്ചാരാധിച്ചാട്ടെ. ആമേൻ. നമ്മുടെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ്. ഓ ശബരഘടകമന ഹതിരകലക ശാന്തനാരകൽക്കര യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ ശക്തി ഹല്ലേലൂയ നമ്മിൽ വ്യാപരിക്കും കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു സമർപ്പണം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ശക്തി വ്യാപരിക്കും. ആമേൻ. അത് ഏത് വിഷയത്തിന്മേലും, കീറാമുട്ടി പോലുള്ള ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വരും. നിന്റെ കൂടാരത്തിൽ മാത്രമല്ല, നിന്റെ ഓഫീസിൽ ഇറങ്ങി വരും. നിന്റെ യാത്രയിൽ ഇറങ്ങി വരും. വിദേശത്തായിരിക്കുന്ന, കണ്ണെത്താത്ത ദൂരത്തായിരിക്കുന്നത് നിന്റെ തലമുറയുടെ നടുവിൽ ഇറങ്ങി വരും. യെസ്. ഓ ശബരാ ദഗരാ തബനാ ജാലബ ശാന്തനാരകൽഖ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യേശുവിന്റെ ശക്തി നമ്മൾ വിഭാവനം ചെയ്യുന്നതിന് അപ്പുറമാണ്. തിരിച്ചറിഞ്ഞ ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. വിചാരിക്കുന്നതിനപ്പുറമാണ് കേട്ടോ. ആമേ. മരണത്തിന്റെ നീക്കുപോക്ക് തന്ന പലരും ഇവിടെ ഇല്ലേ? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ചെടിക്ക് വളമാകാമായിരുന്നവനാ. ലോകം എന്നെ തള്ളി, ഇനി ജീവിക്കുകയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതാ. മോർച്ചറിയിൽ കയറ്റേണ്ട ഒരു ബോഡിയാ. എന്റെ ദൈവം എനിക്ക് സർവ്വത്തിനും മീതെ ദൈവമായി എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ എനിക്ക് മാത്രമല്ല, ദൈവത്തെ സേവിക്കുന്ന, ഉപവസിക്കുന്ന, അവങ്കിലേക്ക് നോക്കി ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ ദാസന്മാരെ നിന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. നിന്റെ കടഭാരത്തിന് മീതെ. നിനക്ക് ഭവനമില്ലയോ? ഭാരപ്പെടണ്ട. നിനക്ക് ഭവനം തരുവാൻ ദൈവം ശക്തനോ. അവൻ്റെ അതിന് മീതെ ദൈവം പ്രവർത്തിക്കും. നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് മീതെ അവൻ പ്രവർത്തിക്കും. സർവ്വത്തിനും മീതെ. ആ വചനം എന്നെ ഒത്തിരി എന്നെ അങ്ങ് ഹൃദയത്തിൽ അങ്ങ് ഭയങ്കര സ്ട്രൈക്കാക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാ. അവനെ കഴിഞ്ഞ നാളുകൾ അനുഭവിച്ചറിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ നാളുകൾ മാത്രമല്ല, ഈ ദിവസങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ സർവ്വത്തിനും മീതെ ദൈവമാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ കഴിയണം. ഹല്ലേലൂയ.
കൊലോസി ലേഖനത്തിലും അതിന് ഉത്ബോധകമായ ഒരു വചനമുണ്ട്. അതിന്റെ 1:17 എടുത്തേ. 1:17 കൊലോസി ലേഖനം 1:17. അവൻ സർവ്വത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സർവ്വത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. അതിന് മുൻപുള്ള 15-16 കൂടെ ഒന്ന് വാക്കി. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദര സഹോദരി, നിന്റെ പ്രതിസന്ധിക്ക് മീതെ യേശു ദൈവമാ. സഹോദരി, തങ്ങളുടെ വ്യത വലുതാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ വ്യതയെ എടുത്തു മാറ്റുവാൻ, അത് നിന്റെ പോരാട്ട ജീവിതത്തെ ഒരു ശാന്തത വരുത്തുവാൻ, തിരമാലകൾ പോലെ നിന്റെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുന്ന ചില പെരും കാറ്റുകളെ ശാന്തമാക്കുവാൻ സർവ്വത്തിനും മീതെ ആയിരിക്കുന്നവൻ കഴിയും. ഹല്ലേലൂയ. അവന് അസാധ്യമായതൊന്നുമില്ല. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായി യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കോരഹപുത്രന്മാരെ പോലെ, ദാവീദിനെ പോലെ, നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നീ മറ്റൊരിടത്ത് പോയി നിന്റെ വ്യത പറയുവാനല്ല, മനുഷ്യരുടെ മുൻപിൽ പോയി നീ കരയാനല്ല, നിന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ വ്യതയൊന്ന് ഇറക്കി വെച്ച് നീ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ അത്യുന്നതങ്ങളിലേക്ക് നിന്റെ ഹൃദയം ഒന്ന് പകർന്ന് അത്യുന്നതനായ പാറയെങ്കിലേക്ക് നിന്നെ നടത്തുവാൻ ഒരുവൻ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ കഴിയും. ആ യേശുവിന്റെ വല്ലഭത്ത കരം നീ ആയിരിക്കുന്ന നിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഇറങ്ങി വരും. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ആമേൻ, യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തുകൊണ്ട് മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നി. മനസ്സോടെ അല്ല, തൻ്റെ ജനത്തിനെ വാഗ്ദത്തം കൊടുത്തതാ. എന്നാൽ അവരനിഷ്ടമായത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു, ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇസ്രായേൽ ജനത്തെ. എന്നാൽ അവരുടെ നിരന്തര നിലവിളി നിമിത്തം ഹല്ലേലൂയ ഒരു ദിവസം ദൂതനെ ഇറക്കി അവിടെ കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ഹല്ലേലൂയ. അവരുടെ അവകാശങ്ങളെ ശത്രു കൊണ്ടുപോകാതിരിക്കുവാൻ ആമേൻ, മുന്തിരിച്ചക്കിനകരികെ ഗോതമ്പ് മെതിക്കുകയായിരുന്ന ഗിദെയോന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് അവനോട് ചോദിക്കുകയാണ്, ഗിദെയോനെ, നീ മുഖാന്തരം ഈ ജനത്തെ വിടിവിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇനി എന്തോന്നിനാൽ അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോഴും ആമേൻ, ഗിദെയോൻ പറയുന്നത്, അയ്യോ, ഞങ്ങളുടെ പിതാക്കന്മാരെ അത്ഭുതകരമായ നിലയിലൂടെ കൊണ്ടുവന്നത് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇപ്പോൾ ദൈവമേ, ഞങ്ങളെ മറന്നു, എങ്ങനെ അത് ഞാൻ വിശ്വസിക്കുമെന്നൊക്കെ പറയുമ്പോൾ, ഈ ബലത്തോട് പോ, നിന്നെ മിഥ്യാന്യരെ നിന്റെ കയ്യാലെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ, അത് ഗിദെയോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ മനശ്ശയിൽ, ഇസ്രായേലിൽ മനശ്ശയിൽ എളിയതാ, എന്റെ കുടുംബം ചെറുതാ, എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞു മാറി നിൽക്കാൻ നോക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞത് എന്താ അറിയാമോ? ദൈവം അവനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞത്, നീ ബലത്തോട് പോ, പരാക്രമശാലിയെ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാ, ഈ ദിവസങ്ങളിൽ നീ ഒഴിഞ്ഞു മാറരുത്. നിന്നിൽ കൂടെ ചില പ്രവൃത്തി ചെയ്തെടുക്കുവാൻ, നിന്റെ കുടുംബത്തിൽ ചിലത് ചെയ്തെടുക്കുവാൻ, നിന്റെ സമൂഹത്തിൽ ചിലത് ചെയ്തെടുക്കുവാൻ ഒരു ഗിദെയോനോട് ഇടപെട്ടതുപോലെ നിന്നോട് ഇടപെടുന്ന ഒരു ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയട്ടെ. ഞാൻ എളിയവനാ, എനിക്ക് കഴിവില്ല, മറ്റുള്ളവരെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനല്ല. ദൈവത്തിന്റെ കരം നിന്റെ മേൽ പതിയുമ്പോൾ നിന്റെ മനസ്സാ ദൈവം നോക്കുന്നത്, നിന്റെ പൊക്കമല്ല നോക്കുന്നത്, നിന്റെ സൗന്ദര്യമല്ല നോക്കുന്നത്, നിന്റെ ഹൃദയ വിശാലത. നീ ശ്രദ്ധയോട് ദൈവത്തെ നോക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ എന്താ സംഭവിച്ചത്? ഗിദെയോനെ ഒന്ന് നോക്കി. ഒരു കാര്യം നിശ്ചയമാണ്, നമ്മൾ കർത്താവിനെ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ തിരിഞ്ഞു ഒരു നോട്ടം ഇങ്ങോട്ടും ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വശം മാത്രമല്ല, നീ കണ്ണുനീരോടെ ഓലയോലെ കരയുമ്പോൾ ആമേൻ, നിന്റെ ഭവനത്തിൽ നിന്നെ നോക്കിക്കൊണ്ട് ഇറങ്ങി വരുന്ന ഒരു അപ്പനാ നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. നിന്റെ വ്യത ഹൃദയത്തിന്റെ നൊമ്പരം അറിയുന്ന ഒരു അപ്പനാ എൻ്റെ അപ്പൻ. അതുകൊണ്ട് നീ ഭാരപ്പെട്ടു പോകണ്ട. കർത്താവ് പറഞ്ഞത് എന്താണ്? നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നമ്മുടെ ഭാരം വെച്ചുകൊണ്ട് പോകുവാനല്ല, നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്ക്. അധ്വാനിക്കുന്നവര്, ഭാരം ചുമക്കുന്നവര്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് തന്നെ.
ഹല്ലേലൂയ. ഒറ്റ കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യണം. നമ്മൾ നിർമ്മലത വെടിയരുത്. നമ്മുടെ വിശുദ്ധി പിശാചിന് അടിയറവ് വയ്ക്കരുത്. നമ്മുടെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ നിലവിളക്കുണ്ടല്ലോ, കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കണം. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനിന്യരും പരമാർത്ഥികളുമായി നിൽക്കണം. ജീവന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ നിൽക്കണം കേട്ടോ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ശ്രദ്ധയോട് കർത്താവിനെ ഒന്ന് നോക്കിയേ. മഴ ദേശത്ത് പെയ്യാതിരിക്കുമ്പോൾ, ദിനവൃത്താന്ത പുസ്തകത്തിലെ വചനമാണ് ഞാൻ പറയുന്നത്, ആകാശം അടയ്ക്കുമ്പോൾ മഹാമാരി അയച്ചാല് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തിരുമുഖം അന്വേഷിക്കണം. അവിടെയും പറയുന്നു ആ മുഖം അന്വേഷിക്കണം, ശ്രദ്ധയോടെ അന്വേഷിക്കണം. എങ്കിൽ ഹല്ലേലൂയ നിന്റെ പാപം ക്ഷമിക്കും, നിന്റെ ദേശത്തിന് സൗഖ്യം വരുത്തും. ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മുടെ കയ്യിലാ ദൈവത്തിന്റെ വിടുതലിന്റെ താക്കോൽ വെച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന നിന്റെ കയ്യിലാ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നിന്റെ കുടുംബത്തിലുണ്ടോ? നിന്റെ കുടുംബത്തിന്റെ വിടുതൽ നിന്റെ കയ്യിലാ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. പരാക്രമശാലിയെ എന്നുള്ള വിളി കേട്ടിട്ട് നീ അമാന്തിച്ചിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ പോരാളികളാ, പ്രാർത്ഥന സഹകാരികളാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ കരയുക. ദൈവത്തിന്റെ കരം നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വരും. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചാരാധിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തില് 15, 14, 13 മുതലൊന്ന് വായിച്ചേ. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ സംഭവിക്കുന്നത് എന്ത്? ഇതൊക്കെ ചിലരുടെ ഹൃദയ വിചാരങ്ങളാ കർത്താവ് വചനത്തിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ അടുത്തുള്ള അമ്മാമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ, അച്ചായന് കുഴപ്പമില്ലല്ലോ, എനിക്കെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ദാസന്മാരെ, നിന്നിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാ. ഹല്ലേലൂയ. യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്നും അത്ഭുതം ചെയ്യുവാൻ അവൻ ശക്തനാ. ആമേൻ. ഹല്ലേലൂയ. യഹോവ നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. മിഥ്യാനുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. അതിന്റെ 15-ാം വാക്യം വായിച്ചേ. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? ഇതാ നമ്മുടെ ചോദ്യം. കർത്താവേ, ഇതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെ എനിക്ക് നടപ്പിലാക്കാൻ കഴിയും? ഹല്ലേലൂയ. കഴിയും കേട്ടോ, കഴിയും. ഹല്ലേലൂയ. അതാണ് ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. നീ നെഗറ്റീവ് പറയരുത്, പോസിറ്റീവായി ചിന്തിച്ച് നീ പോസിറ്റീവായി നിൽക്ക്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. മീഖായുടെ പ്രവചനത്തിൽ 7:7 എന്താ വായിക്കുന്നത്? ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. പോസിറ്റീവാ. എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ശത്രുവായവളെ, ഇനി എന്നെ ചൊല്ലി നീ സന്തോഷിക്കണ്ട. ഞാൻ വീണുവെങ്കിലും എഴുന്നേൽക്കും. ഹല്ലേലൂയ. എഴുന്നേൽക്കും. എത്ര പേർക്ക് കരങ്ങളെ ഉയർത്തി ഒന്ന് വീശി ആരാധിച്ചാട്ടെ. ആ കരം കർത്താവൊന്ന് കാണട്ടെ. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. നമുക്ക് രക്ഷ തന്നില്ല, പിന്നെ ആർക്കാ രക്ഷ ദൈവം കൊടുക്കേണ്ടത്? ഈ ലോകത്തിന്റെ ദാടിമോടികളിലൊന്നും ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകാതെ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ദൈവമൈതലെ, നിന്നെ വിടുവിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാ വിടുവിക്കേണ്ടത്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് നീ വിശ്വാസത്തോടെ പറയണം, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. കേട്ടോ, ഏറ്റെടുത്തോണം. മീഖ 7:7 ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ശത്രുവായവളെ, ഇനി എന്നെ ചൊല്ലി നീ സന്തോഷിക്കേണ്ട. 8-ാം വാക്യമാ. ഹല്ലേലൂയ. ഞാൻ വീണുവെങ്കിലും എഴുന്നേൽക്കും. പല പ്രാവശ്യം വീണതല്ലേ, എഴുന്നേറ്റില്ലേ, പിന്നെ നിർത്തിയില്ലേ? ഹല്ലേലൂയ. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായി വരും. ഇരുട്ടിന്റെ ശക്തികൾ നമ്മെ ഇരുട്ടിൽ നിർത്തുവാൻ നോക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും, നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വരും. എത്ര പേര് കർത്താവിനെ സ്തുതിച്ചാരാധിക്കും? ഒരിക്കൽ കൂടെ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹലമന ശംധന. ചില രോഗശക്തികൾ അഴിഞ്ഞു പോകട്ടെ, ചില അസ്ഥി രോഗങ്ങൾ അഴിഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉദര സംബന്ധമായ രോഗങ്ങൾ അഴിഞ്ഞു പോകട്ടെ. സ്കിൻ അലർജികൾ അഴിഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, പ്രിയപ്പെട്ടവരെ, കർത്താവ് വരാറായി. ഹല്ലേലൂയ. നമ്മൾ ഇനിയും നമ്മൾ ഉദാസീനതയായിരിക്കരുത്. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മോട് ഇടപെടുകയാണ്.
എല്ലാവരും ഒന്നും വന്നിട്ടില്ല, കുറച്ച് പേരെ വന്നുള്ളൂ. ഹല്ലേലൂയ. ഉള്ളവരെ ആമേൻ, നിങ്ങൾ ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകരണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം മറ്റുള്ളവരിലേക്കും നമ്മുടെ തലമുറകളിലേക്കും പകരണം. കർത്താവ് വരാറായി എന്നുള്ള ആ നിശ്ചയം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ UK പ്രദേശത്ത് ഈ കിംസ്ലി എന്ന് പറഞ്ഞ പ്രദേശത്തും അതുപോലെ ലണ്ടൻ്റെ പല പ്രദേശങ്ങളും നോക്കിയപ്പോൾ പല ആരാധനാലയങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. ഒരിക്കലും അമ്മച്ചിയോട് ചോദിച്ചു, 3-4 പേര് പള്ളിയിൽ ഇവാഞ്ചലിക്കൽ ചർച്ചുകളാണ്, അവിടെ അമ്മച്ചിയോട് ചോദിച്ചു, എന്താ എല്ലാവരും വരാത്ത? വലിയ വിശാലമായ ചർച്ചാണല്ലോ, നല്ല ചെയറൊക്കെ ഇരിക്കുന്നല്ലോ. അമ്മച്ചി പറയാ, വാട്ട് ക്യാൻ ഐ ഡു? കുഞ്ഞുങ്ങളാരും വരുന്നില്ല. ഒരു 3-ാം തലമുറ 4-ാം തലമുറ കർത്താവിനെ ആരാധിക്കാൻ കടന്നു വരുന്നില്ല. ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മുടെ ഈ ബാറ്റൻ തലമുറയ്ക്ക് കൈമാറിയില്ലെങ്കിൽ തലമുറ കൈവിടപ്പെട്ടു പോകും. കർത്താവിന് വേണ്ടി ലോകം മുഴുവനും പ്രക്ഷോഭിച്ച മിഷണറി വീരന്മാർ, അതെ, അവരുടെ സ്ഥലങ്ങളെല്ലാം പോയി കാണുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. ആമേൻ. സ്മിത്ത് വിഗിൽസ്വർത്ത്, ജോൺ വെസ്ലി, അതുപോലെ ഒരുപാട് ദൈവദാസന്മാരുടെ അവരുടെ ആരാധനാലയങ്ങളിൽ കണ്ടപ്പോൾ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു. എന്നാൽ ഇന്ന് എത്തിസ്റ്റുകള്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിരീശ്വരവാദികള്, ദൈവമില്ല എന്ന് പറയുന്നവരൊക്കെ കൂടിക്കൊണ്ട് വരികയാണ്. അവരുടെ നടുവിൽ ഒരു മൈനോറിറ്റി ഇപ്പോൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മുടെ അവകാശങ്ങളാണ് നമ്മുടെ തലമുറ, അവരെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കുവാൻ അവരെ അയക്കരുത്. അവരെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഈ സമയം നമ്മൾ തീരുമാനമെടുക്കണം. നമ്മുടെ ബാറ്റൻ അവരുടെ കൈമാറണം. നമ്മുടെ വിശ്വാസം അന്യം നിന്ന് പോകേണ്ടതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനുള്ളവരാ, നമ്മുടെ അവകാശങ്ങളാ. ഒരു നിമിഷം കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വരാറായി. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ആകാശത്തെയും കടലിനെയും ഭൂമിയെയും ഇളക്കും, ജാതികളെ ഇളക്കും. എന്നാൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരുമെന്ന് തിരുവചനം നമ്മെ സംസാരിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായ എല്ലാവർക്കും വേണ്ടി മറുവിലയായവൻ ഒരുവൻ നമുക്ക് ഇന്നുണ്ട്. അവൻ മനോഹര വസ്തുവായി ഒരു ദിവസം വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ബലത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. യേശുവും തന്നെ ആമേൻ, ഹല്ലേലൂയ, അവിടെ നിന്ന് ആക്കിയവന്റെ മുൻപിൽ വിശ്വസ്തനായിരുന്നു. എന്നാൽ ഭവനം ചമച്ചവന് ഏറ്റവും വലിയ ശ്രേഷ്ഠത. സകലത്തിൻ്റെയും ഉടയവനായ യേശു, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആ കർത്താവിനാണ് നമ്മൾ മഹത്വം കൊടുക്കേണ്ടത്. ആ കർത്താവിൻ്റെ ആമേൻ മഹത്വം നമ്മൾ കുറച്ച് കളയരുത്. ഈ ദിവസങ്ങൾ ആരാധനയിൽ മഹത്വം കർത്താവിന് കൊടുക്കുമ്പോൾ വിടുതലോടെ നീ മടങ്ങിപ്പോകുവാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ, ആമേൻ. ആ കർത്താവ് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല, ദൈവം നമ്മെ ഓർക്കുന്നവനാണ്. ഓർത്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ അനുഗ്രഹമുണ്ട്. യഹോഭക്തന്മാരായ ചെറിയവരെ വലിയവരെ അവൻ ഒരുപോലെ അനുഗ്രഹിക്കുന്നവനാ. ദൈവത്തിന് മുഖപക്ഷമില്ല. ഈ കർത്താവിന്റെ സന്നിധി നിഷ്കളങ്കതയോടെ നമുക്ക് നടക്കാം. അബ്രഹാമിനോട് സംസാരിച്ചതുപോലെ നീ എൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ നിൽക്കാം എന്ന് പറയുന്ന പോലെ നമുക്ക് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ആമേൻ, നമുക്ക് പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ആമേൻ ആമേൻ കൊടുക്കരുത്. ആമേൻ. നമ്മുടെ ആമേൻ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നിൽക്കട്ടെ. ഹല്ലേലൂയ. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമുക്ക് ഹല്ലേലൂയ ആയിരിക്കാൻ ഇടയാകട്ടെ. തക്ക സമയത്ത് നിനയാത്ത നാഴികയിൽ കർത്താവ് വരും കേട്ടോ. ആമേ, തന്റെ സഭയെ ചേർക്കാൻ. ആമേ, നമ്മുടെ ആമേ ഭവനം ഉയരത്തിലാണ്. വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസ നാടെ നോക്കി എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. വേഗമോടിടാം. ഓ വിശ്വാസ നാടെ നോക്കി എന്റെ ഫോൺ ഓ നമുക്കിവിടെ നിലനിൽക്കും പകരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. ചേർന്ന് പാടിയാട്ടെ. ഓ നമ്മുടെ വീട് നിത്യമാം വീട് വാനാലോകത്തിലെ, നമ്മുടെ വീട് നിത്യമാം വീട് വാനാലോകത്തിലെ. വിശ്വാസ നാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം,
വേഗമോടിടാ പ്രത്യാശയോട് പാടിക്കാട്ടെ, ശക്തിയോട് പാടിയാട്ടെ, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന്. വേഗമോടിടാം ശ്വാസനാട് നോക്കി, വേഗമോടിടാം, വേഗമോടിടാം. ഓ വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. രോഗമില്ല നാട്, രോഗിയില്ല വീട്, വാനാലോകത്തിലെ. രോഗമില്ല നാട്, രോഗിയില്ല വീട്, വാനാലോകത്തിലെ. വിശ്വാസനാട് നോക്കി വേഗം ഇടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസനാട് വേഗമോടിടാം, വേഗമോടിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വിശ്വാസം നാടെ നോക്കി നമ്മൾ വേഗം ഓടേണ്ട സമയമായി ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ ശ്രദ്ധയോടെ നോക്കി ഓടണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടുക. ആമേൻ. സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. സ്ഥിരതയെ തെറ്റിക്കുന്ന എല്ലാ പൈശാചിക പോരുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധയോടെ നോക്കിയാൽ മതി, ആ നോട്ടത്തിലെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഹന്നയ്ക്ക് ഉറച്ച് പ്രാർത്ഥിക്കാനൊന്നും സാവകാശമില്ലായിരുന്നു. ഏലി പുരോഹിതൻ പറഞ്ഞത് എന്താണ്? ഇവള് വീഞ്ഞ് കുടിച്ചിരിക്കുകയാണെന്നാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടെ ഹൃദയം പകരുമ്പോൾ ആ ശ്രദ്ധയോടുള്ള നോട്ടത്തിൽ ഹല്ലേലൂയ അവർക്ക് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ ദൈവത്തിൻ്റെ ദാസീദാസന്മാർക്ക് നമുക്ക് വേണ്ടി എൻ്റെ യേശു ഇറങ്ങി വരും. ഹല്ലേലൂയ, ആമേൻ. നല്ലൊരു ശൗമേൽ ബാലനെ അല്ലേ കൊടുത്തത്? അവിടെ നിന്ന് മാറിയില്ലേ? ചിലരുടെ നിന്ന ദൈവം എടുത്തു മാറ്റാൻ പോകുകയാണ്. ചില നിന്ദകൾ എടുത്തു മാറ്റാൻ പോകുകയാ. ആമേൻ. വിശ്വാസമുണ്ടോ? സംഭവിക്കും കേട്ടോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. യെസ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം നീ കാണും, കണ്ണാലെ തന്നെ കാണും. ആമേൻ. നിന്റെ ദേശത്തത് കാണും. ഹല്ലേലൂയ, ആമേൻ. ശൗമേൽ ബാലന് സാധാരണ പിള്ളേരെ പോലാണോ? ഏലിയുടെ മക്കളെ പോലാണോ വളർന്നത്? വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും ഭീതിയുള്ളവനായി വളർന്നു. ദാൻ മുതൽ ബേർഷേബ വരെ ഇല്ലേ? ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായി ദൈവം ഉയർത്തിയില്ലേ? പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ സന്തതി നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ചില പിന്മാറ്റത്തിൽ പോയ തലമുറകൾ ഈ ദിവസങ്ങളിൽ മടങ്ങി വരും. ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. പിന്മാറ്റം അവനെ പിന്തുടരുന്നുണ്ടെങ്കിൽ നീ ശ്രദ്ധയോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ഉപവാസ പ്രാർത്ഥന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല. ശ്രദ്ധയോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ദൈവത്തിന്റെ അത്ഭുത കരം അവനിലൂടെ സംസാരിക്കും. ഓ ശബന ധഗര 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 ധഗര. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരി. ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ ആരാ? വിശുദ്ധ സഹോദരി സഹോദരന്മാർ, ഹോളി ബ്രദേഴ്സ് ആൻഡ് ഹോളി സിസ്റ്റേഴ്സ് അല്ലേ? ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. അഹരോൻ ആമേൻ ഇസ്രായേലിൻ്റെ ആദ്യത്തെ മഹാപുരോഹിതനാണ്. എന്നാൽ ഒരു നിലനിൽക്കുന്ന ഒരാത്മീകമായ ഏറ്റവും വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ യേശുവാണ്. അപ്പോൾ യേശു അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്. യേശു മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. ആ ശ്രേഷ്ഠനായ കർത്താവാണ് നമുക്ക് ഹല്ലേലൂയ അവയെ മക്കളാക്കുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. നമ്മെ നേടുവാനല്ലേ? നമ്മെ നേടുന്ന കാര്യം നമ്മൾ തിരിച്ചറിയണേ. ഹല്ലേലൂയ. ഇതൊരു കളിപ്പീരുമാർഗമല്ല. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, നമ്മുടെ ആ ഉയരത്തിലെ ഭവനത്തിന്റെ യാത്രക്കാരാണ് നമ്മൾ. ആ യാത്രയിൽ തടസ്സങ്ങളൊക്കെ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം, രോഗങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ. പാറക്കെട്ടുകൾ പോലെയുള്ള യാത്രയായിരിക്കാം. ഇടുക്കവും ഞെരുക്കവും ഒക്കെ അനുഭവിക്കാം. ഹല്ലേലൂയ.
വിശാല വഴിയിലൂടെ പോകുന്നവരെ കണ്ടിട്ട് ഹല്ലേലൂയ 73-ാം സങ്കീർത്തനത്തില് ആസാബിനെ പോലെ ചിന്തിക്കല്ലേ. അവരുടെ ക്ഷണികമാണ് ഈ ലോകത്തിലേ ഉള്ളൂ. എന്നാൽ നിലനിൽക്കുന്ന ഒരു രാജ്യം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നാം ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് ശ്രദ്ധയോടെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 3 ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ആ കർത്താവിൻ്റെ അഭിഷക്തന്മാർക്ക് പ്രത്യേകം നന്ദി. എന്നെ ക്ഷണിച്ചതിൽ ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം. ഇന്ന് പകൽക്കാലം ദൈവം കർത്താവിൻ്റെ ദാസനെ നമ്മുടെ മധ്യയിൽ പ്രത്യേകം കൊണ്ടുവന്ന് നമുക്ക് തന്ന അനുഗ്രഹീത വചനങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മോട് ഇന്ന് പകൽക്കാലം ഹൃദ്യമായി ഇടപെട്ടല്ലോ. കർത്താവിൻ്റെ ദാസനെ ദൈവം കരങ്ങളെടുത്തല്ലോ. വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ ദാസനോടുള്ള സഭയുടെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുവാൻ നമുക്ക് വേണ്ടി ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവൻ നല്ല അപ്പോസ്തലനാണ്. ആ കർത്താവിനെ നോക്കിയവരാരും ഹല്ലേലൂയ തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ആ വലിയ വിശ്വാസം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ ശ്രേഷ്ഠ അപ്പോസ്തലനായ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ആ കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കുന്നുവെങ്കിൽ അവൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയും. എബ്രായ ലേഖനത്തിൽ നിന്ന് അനേക വചനങ്ങളിലൂടെ മറ്റു വചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിന്ന് പകൽക്കാലം ഹൃദ്യമായി ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. അവൻ പലതിനേക്കാളും ശ്രേഷ്ഠനാണ്. പലരെക്കാളും ശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ. വിശുദ്ധ ഹല്ലേലൂയ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ഹല്ലേലൂയ പലരെക്കാളും അവൻ ശ്രേഷ്ഠനാണ്. അവൻ ആലയത്തെക്കാൾ വലിയവനാണ്. അവൻ മോശയേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. അനേക ദൈവത്തിൻ്റെ മഹത്വമായ അനുഭവങ്ങൾ ഹല്ലേലൂയ കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ദാസനിലൂടെ ഇടപെടുവാനിടയായല്ലോ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിലെ നിനക്ക് നോക്കുവാൻ ഒരിടമുണ്ട്. നീ പ്രശ്നങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കണ്ണുനീരിലൂടെ വിവിധ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസം തരുവാൻ വിടുതൽ തരുവാൻ മറുപടി തരുവാൻ മാത്രമല്ല ആ കർത്താവിനെ നോക്കിയാൽ അവൻ നിന്നെ തിരിച്ചു നോക്കുവാനിടയാകും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ആ കർത്താവിനെ നോക്കിയാണ് നമ്മുടെ യാത്ര മുൻപോട്ടെങ്കിൽ ഹല്ലേലൂയ നമ്മെ തിരഞ്ഞു നോക്കിക്കൊണ്ട് നമുക്ക് എന്തോ വേണമെന്ന് ചോദിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ പ്രതികൂലങ്ങൾക്ക് നമ്മുടെ ഭാരമേറിയ എല്ലാ സാഹചര്യങ്ങൾക്കും മറുപടി തരുന്ന ദൈവമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി നമ്മോട് ഇടപെട്ടല്ലോ. കേൾക്കപ്പെട്ട വചനത്തെ ഉള്ളത്തിൽ കരുതിക്കൊണ്ട് ശ്രദ്ധയോടെ ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ പിന്നെയും ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവം ഏൽപ്പിച്ച എല്ലാ ചുമതലകളും ശക്തമായി ഏറ്റെടുത്ത് നടത്തുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം കരങ്ങളിൽ എടുക്കട്ടെ. കുടുംബമായി അനുഗ്രഹിക്കട്ടെ, തലമുറകളായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസനിൽ പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴോ നോബിളകള് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നന്ദി പറയുന്ന പിതാവേ, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സർവ്വശക്തിനെ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവ സാന്നിധ്യം കൂടെ ഇരുന്നല്ലോ. പരിശുദ്ധാത്മാവിന്റെ ഒരു ഹല്ലേലൂയ നിറവിന്റെ അനുഭവത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങളെ നടത്തിയതിനാൽ അടികൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സൂക്ഷിപ്പിക്കണമേ. ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സൂക്ഷിച്ചൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികൾ നടക്കുന്ന മീറ്റിംഗിനായി സ്തോത്രം. അതിനെ കർത്താവ് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിന്റെ ദാസനോടുള്ള നന്ദി ഈ ജന്മത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് വേഗത്തിൽ വിളിച്ചു ഉടൻ തന്നെ നമ്മുടെ മധ്യയിലേക്ക് കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വൈകിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി.എം. ജോർജ് നമ്മുടെ മധ്യയിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കും. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ കടന്നു വരിക.